السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة المائدة 59. أعوذ بالله من الشيطان الرجيم. قل يا بسم الله الرحمن الرحيم. قل يا أهل الكتاب هل تنقمون منا إلا أن آمنا بالله وما أنزل إلينا وما أنزل من قبل وأن أكثركم فاسقون. قل هل أنبئكم بشر من ذلك مثوبة عند الله من لعنه الله وغضب عليه وجعل منهم القردة والخنازير وعبد الطاغوت أولئك شر مكانا وأضل عن سواء السبيل. وإذا جاءوكم قالوا آمنا وقد دخلوا بالكفر وهم قد خرجوا به والله أعلم بما كانوا يكتمون. وترى كثيرا منهم يسارعون في الإثم والعدوان وأكلهم السحت لبئس ما كانوا يعملون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും പരിപൂർണ ഹിദായത്തിലായിട്ട് മരിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ കുട്ടികളുടെ പഠനത്തിലും മറ്റൊക്കെ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. പരീക്ഷകളിലൊക്കെ അല്ലാഹു മതരംഗത്തും ഭൗതിക രംഗത്തൊക്കെ എല്ലാ നിലക്കും വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മാഇദ സൂറത്തിലെ 59 മുതലാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ ഓതി വെച്ച ഈ ആയത്തുകൾ അത് അവതരിക്കാനുണ്ടായ കാരണം ആദ്യം പറയും. യഹൂദികളിൽ നിന്ന് ചില പ്രധാനികളായ ആളുകൾ അബൂ യാസിർ ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന യഹൂദി, നാഫിഉ ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന ആള്, ആസിബ് ഇബ്നു അംർ എന്ന് പറയുന്ന വേറൊരു യഹൂദി, ഇസാർ ഇബ്നു അബി ഇസാർ എന്ന് പറയുന്ന ഒരാള്,
ആദ്യം പറഞ്ഞത് നാഫി ബിൻ അബി നാഫി എന്ന് പറയുന്ന ആൾ, ഉബയ്യല്ല. ഇങ്ങനെ ഏതാനും ആളുകൾ അവര് വളരെ പരിഹാസ രൂപത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത്രേ, ലാ നഅലമു ദീനൻ ശർറൻ മിൻ ദീനിക്കും. ചില സ്വഹാബിമാരോട് പറഞ്ഞതാ, നിങ്ങളെ ഈ മതത്തെക്കാൾ നാശമുള്ളൊരു മതം വേറെ ഞങ്ങൾ അറിയില്ലട്ടോ. സ്വഹാബിമാരോട് പറയണം. ഈ യഹൂദി നേതാക്കൾ, ഈ എണ്ണി പറഞ്ഞ ആളുകൾ, കുറച്ചും കൂടി പേരുണ്ട് അവരുടെ കൂടെ, നീണ്ട പേരുകളുള്ള കുറെ ആളുകൾ, പേരൊക്കെ നല്ല നല്ല പേരുകളാണ്. ഇവര് അസ്ഹാബിനോട് പറയാണ്, സ്വഹാബിമാരോട് പറയാണ്, ലാ നഅലമു ദീനൻ ശർറൻ മിൻ ദീനിക്കും, നിങ്ങളുടെ മതത്തെക്കാൾ നാശമുള്ളൊരു മതത്തെ നമുക്കറിയില്ലട്ടോ. അതായത് ഓൽക്ക് അറിയാത്ത ഓല് വെറുതെ പറയണം. പക്ഷെ എന്താ അറിയോ, നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളെ ചടപ്പിക്കുക. അന്നത്തെ വെള്ളാപ്പള്ളിമാരൊക്കെ അറിയാം. കാരണം യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാ. അതേപോലെ ഇപ്പോൾ അടുത്ത് ഒരാൾ പറഞ്ഞു, അയാൾ പറയാണ് ഡൽഹിയിലൊക്കെ ഈ സംഗതി എത്തിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി, എന്താ ഇയാൾ പറയുന്നത്? ഒരു സംഘപരിവാറിന്റെ ടീച്ചർ എന്ന് പറയാൻ വയ്യ, പറയലങ്ങനെ വലിയ ചരിത്രാധ്യാപിക എന്നൊക്കെ പറയല്. തനി വർഗീയത പറയാണ്. അപ്പൊ പറയാണ്, ഈ പോക്ക് പോയാൽ ഭാവിയിൽ മലപ്പുറത്ത് എങ്ങനെ മറ്റുള്ള ജനങ്ങൾ ജീവിക്കും? ഇത് ഡൽഹിയിൽ എത്തിക്കേണ്ട കേസാണ്. അപ്പൊ എന്താ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാത്താണ് പോലും. ഞാൻ കുറെ ആലോചിച്ച് ചെറിയ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് ഒക്കെ പാടെ നമ്മളിത് കേട്ടാ തോന്നിപ്പോ ഇതൊക്കെ പാടെ നമ്മൾ ഈ മെഷീനൊക്കെ എടുത്തുകൊണ്ട് ഓടിക്കാണ്ട് മുസ്ലിം സമുദായം ഇനി ഞങ്ങൾ തന്നെയാണ് ഇവിടെയാണ് പറഞ്ഞ മാർക്കാ തോന്നിപ്പോവുക. കേൾക്കേണ്ടവരും ഇങ്ങനെ ടീമായിട്ടാണല്ലോ ഇതിന്റെ മുന്നിൽ ഇരുന്നവർക്കുണ്ടവർ പറയണേ മനുഷ്യന്മാർ വോട്ട് ചെയ്ത് കണ്ടല്ലേ, ജനാധിപത്യ രീതിയിലല്ലേ. പക്ഷെ പറയുന്നത് ഈ കോലത്തിൽ പോയാൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കും? ഡൽഹിയിൽ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എത്തിക്കണം. അപ്പോ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതമുണ്ടോ? നോക്കൂ, അള്ളാഹുവിന്റെ തിരുദൂതർ ജീവിച്ചിരിക്കുന്ന കാലം ജനങ്ങൾ ഇങ്ങനെ കാണുകയാണ് ആ വിശുദ്ധി. മാത്രമല്ല പല നിലക്കും തല തിരിഞ്ഞ് പല അനാചാരങ്ങളും അക്രമങ്ങളൊക്കെ കാണിച്ചിരുന്ന ആൾക്കാർ അവരിങ്ങട്ട് ഖുർആന് കൊണ്ട് നന്നായിട്ട് ദീന് കൊണ്ട് നന്നായിട്ട് ഇത് കണ്ടിട്ടും ഇവർ പറയാണ്, നിങ്ങളെ മതത്തെക്കാൾ ഷർറായ മതം വേറല്ല. യഥാർത്ഥത്തില് ഈ ഖുർആനില് മഴയെ പറ്റി പറഞ്ഞെടുത്ത്, പിന്നെ ഒരായത്തിൽ മഴയെ പറ്റി പറഞ്ഞെടുത്ത് അതിന്റെ തഫ്സീറിൽ കാണാം രണ്ട് മഴ ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയണം. ഒന്ന് മാ ഉൽ മത്വർ, ഒന്ന് മാ ഉർ റഹ്മ. മാ ഉൽ മത്വർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെയ്തിറങ്ങുന്ന മഴക്കാണ് മാ ഉൽ മത്വർ അറിയാം. മാ ഉൽ മത്വർ വഴി ഇവിടെ എന്തുണ്ടാകുക വെച്ചാൽ സസ്യലതാദികൾ മുളച്ച് നമുക്ക് ജീവൻ നൽകും. നമുക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ അതിന് കിട്ടും. മാ ഉർ റഹ്മ ഏതാണ്? അത് ഖുർആനാണ്. മാ ഉർ റഹ്മ എന്ന് പറയുന്നത് റബ്ബിന്റെ വചനങ്ങളാണ്. അത് കാരുണ്യത്തിന്റെ ഒരു മഴ പോലെയാണ്. പക്ഷേ ഭൂമിയിൽ സസ്യങ്ങളല്ല, ഖൽബിലെ ഈമാനും അതുവഴിയുള്ള അമലുമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഹാബത്ത്. കാരണം അവര് ഒരു കാലത്ത് ഭയങ്കര മോശമായിരുന്നല്ലോ. അപ്പൊ നോക്കൂ, ജാഹിലിയ കാലഘട്ടത്തിൽ 4 മാസങ്ങള് എല്ലാവരും പവിത്രമായിട്ട് കണ്ടിരുന്നു. ഉദാഹരണം പറയാം, ഈ യഹൂദികൾ പറയേണ്ട ഒരു കഴമ്പില്ല എന്ന് പറയാം. 4 മാസങ്ങൾക്ക് ആദ്യകാലത്തെ പവിത്രത കണ്ടു. ഏതൊക്കെ? ഒന്ന് ദുൽഹിജ്ജ, ദുൽഖഅദ്, മറ്റൊന്ന് ദുൽഹിജ്ജ, മറ്റൊന്ന് മുഹറം, അത് വൈക്ക വരിക അല്ലേ, പിന്നെ റജബ്. അതായത് ദുൽഖഅദ് മുതൽ ഹജ്ജിന് വരവ് തുടങ്ങും. പണ്ട് കാലത്തെ, അതായത് ഹജ്ജ് എല്ലാ കാലത്തുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം പ്രത്യേകിച്ചും കുറെ കർമ്മങ്ങൾ വന്നല്ലോ. അപ്പോ നബിതങ്ങൾ വരേണ്ടതിന്റെ മുമ്പ് തന്നെ കണക്കിലെടുക്കുന്ന ഒരു കാര്യം, പിന്നെ സമ്പൂർണ്ണമാക്കിയത് മുത്തുനബി വന്നിട്ടാണ്. അപ്പോ ഈ ദുൽഖഅദ് മാസത്തിൽ തന്നെ ഇവരിങ്ങനെ വരും, ആൾക്കാർ അതിന്റെ വരവ് തുടങ്ങും. അപ്പോ ദുൽഖഅദും ദുൽഹിജ്ജയും പിന്നെ മുഹറം വരവും മടക്കൊക്കെ പാടെ. അപ്പോ ജാഹിലിയ കാലത്തന്നെ ഈ കച്ചറ ഉണ്ടാക്കുന്ന അറബിയാള് അന്ന് കുഴപ്പമുണ്ടാക്കില്ല.
പിന്നെ ഇത് വിട്ടൊരു മാസമാണ് റജബ്. റജബ് കാര്യമായിട്ട് ഇവർ കണ്ടിരുന്ന ഉംറക്കുള്ള വരവാണ്, ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. അപ്പൊ ഈ 4 മാസങ്ങൾ ഒരു പവിത്രമായി കണ്ടു. അള്ളാന്റെ തിരുദൂതർ വന്നപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്തി, അങ്ങനെ തന്നെ നിലനിർത്തി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ സൂറത്ത് തൗബയിൽ രസകരമായൊരു സംഗതി പറയുന്നുണ്ട്. ഇവര് ഈ യുദ്ധായുധങ്ങളൊക്കെ വെക്കും എന്ന് ഈ 4 മാസങ്ങൾ ഒക്കെ ഒന്ന് അടക്കി വെക്കും. ദുൽഖഅദിനാണ് വെച്ചാൽ പിന്നെ ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറം 3 മാസം ഒരു കസറുണ്ടാക്കൂല. അങ്ങനെ ഒരിക്കൽ ഇവർ മീറ്റിംഗ് ചേർന്നു അത്രേ. അതിന്റെ ചർച്ച അറിയാം. ചർച്ച 3 മാസമൊന്നും യുദ്ധമില്ലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. നമ്മളിപ്പോ 3 മാസം ബീഫൊന്നും കൂട്ടരുത് എന്നാൽ കഴിയൂല കേട്ടോ എന്ന് പറയില്ല. ഇതേപോലെ 3 മാസമൊന്നും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യൂല, യുദ്ധമില്ലാതിരിക്കാൻ കഴിയൂല. എപ്പോഴും ഒരു കച്ചറക്കാട്ടി ഉണ്ടാക്കണം. അങ്ങനെ ഇവരെന്ത് ചെയ്ത വെച്ചാല് തൗബ സൂറത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ദുൽഖഅദില് ദുൽഹിജ്ജയിലും ഒരു പിന്നെ നല്ല മാന്യമായി നിന്നാല് മുഹറമിലും നല്ല അടി തുടങ്ങും ഒരു കൊല്ലം. ഇനി അടുത്ത കൊല്ലം ഒരു തീരുമാനിക്കും, എന്നിട്ട് മുഹറമിൽ അടി തുടങ്ങും ചെയ്യും. എന്നിട്ട് സഫർ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ അല്ലെങ്കിൽ റബീഉൽ ആഖിർ ഏതെങ്കിലും ഒരു മാസം ഇതേമാർക്ക് പുണ്യാക്കി ഓലാണ് കണക്കൂട്ടും. എന്തായിരുന്നാലും 4 മാസം ഒരു കണക്കാക്കും. അപ്പോഴായിട്ട് ഇങ്ങനെയൊക്കെ മാറ്റി മറിച്ചപ്പോൾ അല്ലാഹു തആല തൗബ സൂറത്തിൽ അതിന് മറുപടി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്തറിയോ, കലഹപ്രിയരായിരുന്നു. നോക്കിങ്ങൾ അവരാ നിലപാടെന്നെ നോക്കിങ്ങൾ 3 മാസം ഒന്ന് ഒന്നായിട്ട് നമ്മളെ കൊണ്ട് പിന്നെ തല്ലുണ്ടാക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ നിലവാരം എത്രയാണ്, അതായിരുന്നു നിലപാട്. അങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. അങ്ങനത്തെ ആ ആളുകളാണ് അള്ളാന്റെ തിരുദൂതരുടെ പ്രബോധനം, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കാരണം അവരിങ്ങോട്ട് നന്നാകുന്ന. ഇതിന് കാണുമ്പോൾ ഈ പറയപ്പെട്ട സുജയാക്ക് പേടി, ഇതെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. അപ്പോലെ പ്രചരിപ്പിക്കുകയാണ്. ഇന്നത്തെ അതേ അവസ്ഥ. ഇപ്പൊ ചൈനയിൽ നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ പുതിയ തീരുമാനം എടുത്തു. എന്താ, ഈ ഗർഭധാരണത്തെ തടയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊക്കെ നികുതി കൂട്ടിയല്ലേ. എന്താ കാരണം? അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. 2 കുട്ടികളായാൽ ആ കുട്ടികൾക്ക് അവർക്ക് പിന്നെ സ്കൂൾ ചേർക്കാനും കൂടി പ്രയാസപ്പെടുത്തി, രേഖ കൊടുക്കൂല. അങ്ങനെ ആളുകൾ കുടുങ്ങി, ഓരോരുത്തർക്ക് ഒരു കുട്ടി എന്നുള്ള ഇത് മാത്രമാക്കി. 2ാമത്തെ കുട്ടി ഉണ്ടായാൽ അംഗീകാരം കൊടുക്കില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യാ. അങ്ങനെ പിന്നെ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയുടെ ആർമിയിലും മറ്റും ആൺകുട്ടികളില്ലാത്ത ചെറുപ്പക്കാരെ കമ്മി നല്ല വേട്ടയാടിയപ്പോൾ ഭരണകൂടം മാറ്റി 2 ആക്കി. എന്നിട്ടും പ്രശ്നം തീരില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പൊ അടുത്ത കാലത്ത് 3 ആക്കി. മാത്രല്ല 3 കുട്ടികളുള്ളവർക്ക് പ്രത്യേക ഓഫറുകൾ കൊടുത്തു. ആൾക്കാർക്ക് ഇവിടെ ശീലായേ, അതല്ലേ. 2-ലധികം 1 വേണ്ടാന്നപ്പോൾ കുറച്ച് ഇടങ്ങാറായിരുന്നു. 2-ലധികം വേണ്ടാന്നപ്പോലെ അയിമ തന്നെ കൂടി. പിന്നെ 3 ആക്കാൻ പറയുമ്പോൾ ഇവർ കേൾക്കണില്ല. ഇപ്പോ ചൈന അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആണുങ്ങൾ കഴിഞ്ഞാൽ പോയില്ലേ കാര്യങ്ങൾ. ഇപ്പോലെ കഴിഞ്ഞ ആഴ്ചത്തെ ഇവരുടെ ഔദ്യോഗിക തീരുമാനമാണ് ഗവൺമെന്റിന്റെ. എന്ത് കാരണം ആളുകൾ 3-ലധികം എന്തായിരുന്നാലും കുട്ടികളില്ല. ഇവർക്കിപ്പോ 3-ലധികം ആയാലും കുഴപ്പമില്ല എന്നുള്ളിടത്താണ്. 3-നും ആൾക്കാർ തയ്യാറാകുന്നില്ല. അപ്പൊ പിന്നെ ഗർഭനിരോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സർവ്വസംഗതികൾക്കും ഇവർ നികുതി കൂട്ടി. ആൾക്കാർ അങ്ങനെയും കൊടുങ്ങട്ടെ, പൈസ ഇല്ലാതെ. ഇതൊക്കെ തന്നെയല്ല ആദ്യേ നമ്മുടെ ആളുകൾ പറഞ്ഞെടുത്ത് ഇവർക്ക്. എല്ലാരും നമ്മൾ പറഞ്ഞെടുത്ത് കെത്താണ്. നമ്മളെ രഹസ്യമായിട്ട് എല്ലാവരും സമ്മതിക്കും. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടണില്ല എന്നുള്ളത് ഒരു പരാതി ഒരു സ്വാമിജിയോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് നല്ല ഫുഡൊക്കെ കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ആരോഗ്യം ഉണ്ടാക്കുക, എന്നിട്ട് വല്ലാതെ വൈകാതെ വല്ലാതെ ജാതകത്തുമരൊന്നും കൂടാതെ കല്യാണം കഴിക്കുക, അത്രയും മാർഗമുള്ളൂ പറഞ്ഞു. വേറെയുള്ള സമുദായത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വെച്ച് 35 ആയാലും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല.
അപ്പൊ ഇത് കളിയാക്കുന്നവർക്കൊക്കെ സംഗതി അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും വെറുതെ നമ്മളങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു മാത്രം. അപ്പൊ ഈ പറയപ്പെട്ട ആളുകൾ വന്നിട്ട് ഒരു പറയാണ്, നോക്കുമ്പോൾ ഒരു നമ്മളെ ചടപ്പിക്കുന്നൊരു വർത്തന പറയുന്നത് ലാ നഅലമു ദീനൻ ശർറൻ മിൻ ദീനിക്കും, നിങ്ങളെ ഈ ദീനിനേക്കാൾ ഷർറായ നാശം വതക്കുന്നൊരു മതം വേറെ ഞങ്ങൾക്കറിയില്ലട്ടോ, അത്രക്കും മോശമാണ് നിങ്ങൾ എന്ന് ഇവർ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവർക്ക് അല്ലാഹു തആല ഒരു വായടപ്പിന് മറുപടി കൊടുത്തതാണ് ഏത് നമ്മൾ ഓതി വെച്ച ആയത്തുകൾ. ഇനി നമുക്ക് അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അഹ്ലൽ കിതാബ്, നബിയെ അങ്ങ് അവരോട് പറയുക, ഓ വേദക്കാരെ. ഈ പറഞ്ഞവരൊക്കെ വേദക്കാരല്ല. ഓ വേദക്കാരെ, ഹൽ തൻഖിമൂന മിന്നാ, ഞങ്ങളിൽ നിന്ന് വല്ല ന്യൂനതയും വല്ല തെറ്റും പിന്നെ അതായത് എന്തെങ്കിലും ഒരു ന്യൂനത കാണാൻ കഴിയോ എന്തല്ലാതെ ഇല്ലാ അൻ ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു. വമാ ഉൻസില ഇലൈനാ, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. വമാ ഉൻസില മിൻ ഖബൽ, ഞങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിലും, അതായത് തൗറാത്തിലും ഇഞ്ചീലും സബൂറിലും ഇതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ഇതല്ലാതെ എന്ത് തെറ്റങ്ങൾ കണ്ടത്? നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെക്കാൾ നാശമുള്ള ഒരു ദീന്, ഒരു മതം വേറെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളെ നിലപാടെന്താ? ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, അതുപോലെ തന്നെ ഞങ്ങളുടെ വേദത്തിൽ വിശ്വസിച്ചു. ഞങ്ങളെ പ്രവാചകൻ കൊണ്ടുവന്ന ഈ വേദത്തിന് മുമ്പ് കഴിഞ്ഞ അതുപോലത്തെ നല്ലൊരു കൊട്ടാണ് ഓരോ വേദാണത്, അവരുടെ വേദങ്ങളാണ്. ഒരു അഹ്ലി കിതാബികൾ എന്ന് ഒരു അവകാശപ്പെടുന്നുണ്ടല്ലോ, അവരുടെ ആ കിതാബാണ് അതുകൊണ്ട് ഉദ്ദേശം. അള്ളാഹു കൊടുത്ത യഥാർത്ഥ കിതാബ്, അതിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എന്ത് തെറ്റാ? അത് തെറ്റല്ല, പക്ഷെ അതൊരു പ്രയോഗമാണ്. അങ്ങനെ നമ്മൾ ചിലപ്പോൾ റജിനാണ് കൊന്നള, അതിൻ്റെ അർത്ഥം അങ്ങോട്ട് വാ എന്നറിയാലല്ലോ അതിൻ്റെ അർത്ഥം. അത് വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ പണ്ട് പിന്നെ 2-3 കേന്ദ്രങ്ങളിൽ വെച്ച് മുഅ്മിനീങ്ങളെ അതിനിഷ്ഠൂരമായി വലിയ കിടങ്ങ് കുഴിച്ചിട്ട് ആ കിടങ്ങിലിട്ടിട്ട് കത്തിച്ച കഥ പരിശുദ്ധ ഖുർആനിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്ത് ചെയ്തു? ഇവരെ മുഅ്മിനീങ്ങളെ വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അതിൽ വിറകിട്ടിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം? കത്തിക്കണം. അങ്ങനെ കത്തിക്കുന്ന ആ സാഹചര്യം വന്നു. എന്നാൽ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞ ഇതേ രീതിയിലാണ്. ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഇതേ ജൂതന്മാരാണ് ആ പണി ചെയ്തത്, യഹൂദികളാണ് ആ പണി ചെയ്തത്. അതുകൊണ്ട് അവരെ പറ്റി അല്ലാഹു പറയാ, ആ മുഅ്മിനീങ്ങളെ ആ കോലത്തിൽ കത്തിച്ചപ്പോൾ റബ്ബ് പറയാണ്, വമാ നഖമൂ മിൻഹും, ആ മുഅ്മിനീങ്ങളിൽ നിന്ന് അവർക്ക് ഒരു കുറ്റവും കണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. എന്തല്ലാതെ ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അജയ്യനായ സ്തുത്യർഹനായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ. നോക്കൂ, അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതൊരു തെറ്റല്ല. ഒരു തെറ്റാണെങ്കിൽ അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ചിലപ്പോൾ ഉമ്മാരൊക്കെ പറയില്ലേ, പിന്നെ മക്കളോടൊക്കെ ചിലപ്പോൾ പറയും, ഉമ്മാനോടൊക്കെ അങ്ങനെ കയർത്ത് സംസാരിച്ച് ചിലപ്പോൾ തള്ളേനൊക്കെ വിളിക്കുമ്പോൾ ആ ജിന്ന അങ്ങനെയൊക്കെ തന്നെ വിളിക്കണം, കാരണം ഞാൻ എന്നെ ചെറുപ്പത്തിൽ അങ്ങനെ നോക്കി വളർത്തി, അന്ന് ഞാൻ അങ്ങനെ നോക്കി വളർത്തി എന്നുള്ളൊരു തെറ്റല്ല ഇപ്പൊ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷെ അത് മറ്റവന്റെ മനസ്സ് കീഴടക്കുകയാണ് എന്നതുപോലെ ഈ മുഅ്മിനീങ്ങളെടുത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. ഇവർ പറയുന്ന തെറ്റെന്താ? അല്ലാഹുവിൽ വിശ്വസിച്ചു. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർളി വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. പിന്നെ അല്ലാഹു തആല ശേഷം പറയുന്നുണ്ട്, അല്ലാഹു പറഞ്ഞ അല്ലാഹുവിൽ വിശ്വസിക്കാൻ കാരണം അവൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പരമാധികാരിയാണ്. അങ്ങനത്തെ അല്ലാഹുവിൽ വിശ്വസിച്ചു. വേറെ എന്തെങ്കിലും സംഭവിച്ചോ? ഇതേപോലെ ഇവിടെ അല്ലാഹു പറയുന്നതും അതാണ്,
നബിയെ അങ്ങ് പറയുക അഹ്ലി കിതാബികളോടെന്ത്? ഓ വേദക്കാരെ, ഹൽ തങ്കിമൂന മിന്നാ ഇല്ലാ അൻ ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു ദോഷകരമായ ഒന്ന്, കുറ്റകരമായ ഒന്ന്, വലിയ ന്യൂനതയും നിങ്ങൾക്ക് കാണാൻ കഴിയോ? ഞങ്ങൾക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. വെറുതെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാത്രമല്ല, ഞങ്ങൾ അള്ളാഹുവിൽ മാത്രമല്ല, വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബിൽ, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങളുടെ മുമ്പ് ഇറക്കപ്പെട്ടതും അള്ളാഹു ഇറക്കിയ വേദങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളതിൽ വിവേചനം കാണിക്കുക. വഅന്ന അക്സറകും ഫാസിഖൂൻ, അല്ലാഹു തആല പറയാണ്, നിങ്ങളിൽ അധിക പേരുമാകട്ടെ ഫാസിഖീങ്ങളാകുന്നു, ദുർനടപ്പുകാരാകുന്നു, അധർമ്മകാരികളാണ്. നിങ്ങളാണ് അധർമ്മകാരികൾ. അങ്ങനെ പറയാൻ കാരണം, അധിക പേരെന്ന് പറയാൻ കാരണം അവരെ കൂട്ടത്തിൽ നിന്നാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അടക്കം ഇങ്ങോട്ട് പോകുന്നത്. എന്നാൽ കഅബ് ബിൻ അഷ്റഫ് അടക്കം അവിടെ നിന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. എല്ലാത്തിനും ഓരോ നേതാക്കന്മാരുണ്ടായി. കഅബ് ബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിൽ യഹൂദികൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുക, ഈ വേദക്കാരിൽ. മക്കാ മുശ്രിക്കുകൾ വേറെ രൂപത്തിൽ, പിന്നെ മുനാഫിക്കുകൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു കഠിന മുനാഫിക്കിന്റെ നേതൃത്വത്തിൽ അത് വേറെ. അങ്ങനെ നമുക്ക് എല്ലാവരും ഇവര് സഖ്യസേനയാണ്. ഓല് പരസ്പരമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളെ എതിർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ആ സമയത്ത് ഓലെല്ലാവരും ഒന്നാവും. അഹ്സാബ് പറഞ്ഞാൽ തന്നെ സഖ്യസേനക്ക് അഹ്സാബ് പറയും. മക്കാ മുശ്രിക്കുകളും യഹൂദികളും മറ്റ് അറബ് ഗോത്രങ്ങളും ഉള്ള കല്ലും മുള്ളും മുഴുവൻ കൂടിയാണ്ടാണല്ലോ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി വന്നത്. അഹ്സാബ്, ഖന്തഖ്, ഒരുപാട് സംഭവങ്ങൾ. എന്താ ചെയ്യാ? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടിക്കടി നമുക്കെതിരെ വന്നു. അതെല്ലാവരും ഒന്നിക്കും. പക്ഷേ ഇവർക്കൊക്കെ ഒരേ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അല്ലാഹു തആല അവരോട് മാന്യമായ രൂപത്തിൽ മറുപടി കൊടുക്കുകയാണ്. മാന്യമായ അത് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പിന്നെ ഓരെ പോലെ നമ്മളാകാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെക്കാൾ വൃത്തികെട്ടവർ വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയാടാ വൃത്തികെട്ടവരെന്ന് പറയാതെ എങ്ങനെയാണ് അവിടെ ആ ശൈലിയൊക്കെ? നിങ്ങൾ നമ്മളെല്ലായിടത്തും പ്രതിപക്ഷ ബഹുമാനം കാണിക്കാനാണല്ലോ പറഞ്ഞത്. വേദക്കാരോട് നിങ്ങൾ സംവദിക്കുമ്പോൾ വളരെ മാന്യമായ രൂപത്തിൽ സംവദിച്ചോളൂ എന്ന് പറയട്ടെ. മാന്യമായ രൂപത്തിൽ. അതാണ് നമ്മൾ ഇങ്ങോട്ട് പിടുത്തം വിട്ട് സംസാരിക്കുന്നത് അവരുടെ സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാന്യമായിട്ട്, അതിൻ്റെ അർത്ഥം നമ്മൾ മറുപടി പറയണ്ടെന്നല്ല കേട്ടോ. മറുപടി പറയേണ്ടി വരും, ചിലപ്പോൾ കനത്ത രൂപത്തിൽ പറയേണ്ടി വരും. അതൊക്കെ വിഷയത്തിനും സാഹചര്യങ്ങൾക്കും ഇതിനൊക്കെ അനുസരിച്ചാണ്, സന്ദർഭത്തിനൊക്കെ അനുസരിച്ചാണ്. ചിലപ്പോൾ വളരെ മൗനായിരിക്കും നല്ലത്. അതേ കാരണം അവിടെ വിജയം ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ ചിലരൊക്കെ എന്ത് ചെയ്യും, പിന്നെ ആരുണ്ടാവില്ല എന്നാലും ചില കള്ളത്തരീക്കത്തുകാരും മറ്റുമൊക്കെ ചില പരിപാടികളൊക്കെ അവതരിപ്പിക്കും. നമ്മൾ ഒരിക്കലും മറുപടി വെക്കലേക്കാരം ഓൽക്ക് ആവശ്യം. ആൾക്കാർ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളവിടെ വലിയ മറുപടി വെച്ചാൽ അപ്പോൽക്ക് സന്തോഷമായി. അപ്പോൾ വേറെ മറുപടി. ഞങ്ങളോട് അത് പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആൻ വളരെ പിന്നെ മോശം രൂപത്തിൽ വ്യാഖ്യാനിച്ച് 4 വലിയ വാള്യങ്ങൾ ഇറക്കിയിട്ട് നമ്മൾ ഉസ്താദുമാർ എൻ്റെ അടുത്ത് തന്നിരുന്നത്. അതായത് പിന്നെ അവർക്ക് എഴുത്ത് വന്നിട്ട് ഇതിന് മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ആളെ ഏൽപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാനൊക്കെ ഭയങ്കര തെറ്റുകളാണ്. തെറ്റ് എഴുതിയൊക്കെ കഴിയില്ല, അതിന് മാത്രം തെറ്റുകളാണ്. എന്നിട്ട് ഇത് എഴുതിയ ആൾ എനിക്ക് ഇടക്കിടക്ക് കത്തയച്ചിരുന്നു. യാ മുസ്തഫ അൻത കാഫിർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാകുക. മൂപ്പർക്ക് ആവശ്യം എന്താ വെച്ചാൽ നമ്മൾ ആ പരിസരത്തുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ അത് പറയണം. മാനസികാവസ്ഥ അങ്ങനെയാണ്. ഞാൻ പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ ഒരു സാധുവിടെ ഉണ്ട് എന്നുള്ളത്. ഞാനത് പറയല്ല. അപ്പോൾ അങ്ങനെ പോയി. ചിലത് നമ്മൾ അതേ കര ഹൈർ, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും, ആൾക്കാർ വഴി തെറ്റിപ്പോയി വലുതാക്കണ്ടല്ലോ. എന്നാൽ ചിലത് നമ്മൾ പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. അങ്ങനെയുണ്ട്. ഇവര് ഈ പറയപ്പെട്ട കക്ഷികൾ പിന്നെ ഈ ശാസ്ത്രീകരിക്കുന്ന ആളുകളെ നായകളെ എന്നൊക്കെ വിളിക്കുക. നായകളെ എന്നാ വിളിക്കുക. ഞാൻ ഇപ്പം നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും. നേരെ മുന്നിൽ ഇരിക്കേണ്ട പോലെ നിങ്ങൾക്ക് എന്താണ് നായകളെ തിരിയാണെന്ന് ചോദിക്കും. ഇങ്ങോട്ടും അവിടെ പോയി കുത്തിരിക്കേണ്ട പോലെ അതാ രസേ.
പിന്നെ പോലെ വിളിക്കണ്ടിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഈ അഭിസംബോധനം ചെയ്യുമ്പോൾ ഈ ചീത്ത അറിയാന്നുള്ളത് ശരിയല്ല. കാരണം സഹസിൽ നല്ല തെക്കുള്ളവര്, ഭയങ്കര സൂക്ഷ്മത ഉള്ളവര് കണ്ടാവും. പറയേണ്ട ആൾ ചിലപ്പോൾ ആ സൂറത്തിന് ഈ പുണ്യം മറ്റേ സൂറത്തിന് പുണ്യം ഓതിയിട്ടുണ്ടാവില്ല. സഹസുള്ള ഓതിയ ആൾക്കാരെ കാരണം ചെറുതാക്കിയത് കുരുത്തകട ഇട്ടു. അങ്ങനെ എത്രയോ വലിയ വലിയ പ്രഭാഷകർക്ക് തട്ടിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ കുരുത്തകട ഇങ്ങോട്ടും ആരിതാക്കി ചെറുതാക്കാൻ പാടില്ല. നമ്മളുണ്ടല്ലോ കട്ടില്ലേ, അത് ശരിയല്ല. അപ്പൊ ഇയാൾ പറയല എങ്ങനെ അറിയാം, ഞങ്ങൾ നായകളെന്നൊക്കെ പറയാം. അപ്പൊ അയാൾക്ക് ഒരാൾ എഴുത്തെടുത്തു, അങ്ങനെ പറയാൻ പറ്റുമോ ചോദിച്ചാൽ, അപ്പൊ മൂപ്പര് പറയാ ഖുർആന്റെ അർത്ഥം തിരിയാത്ത നിങ്ങളെ നായകളെ എന്നല്ലാതെ പിന്നെ എന്താണ് നായകളെ ഞാൻ പറയാ ചെയ്യാം. അതന്നെ ഇങ്ങനെ പറയണ്ടേ. അത് എനിക്ക് റെക്കോർഡ് ചെയ്ത് കണ്ട് കൊടുന്നു തന്നു. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിലായില്ല വെറുതെ അതിൻ്റെ പിറകെ പോകുന്നു. അങ്ങനെ ഒരിക്കൽ മഞ്ചേരി, കേരളത്തിൽ ആർക്കും പെരുന്നാളില്ലാത്ത ദിവസം മഞ്ചേരി പെരുന്നാൾ വെച്ചു. നമുക്കെല്ലാവർക്കും നോമ്പാണ്, ലാസ്റ്റ് നോമ്പാണ്. ഈ കക്ഷി പെരുന്നാളാണ് അന്ന്. അതുപോലെ ആകെ ഒരു 10-50 ആൾക്കാരില്ല മൊത്തം ആ ഭാഗത്ത്. അങ്ങനെ ഒരു മഞ്ചേരി ഒരു ഹാളിൽ പെരുന്നാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടിയാണ് ചെന്നിട്ട് ആട്ടിയിട്ടാണ് വിട്ടു. അപ്പോൾ നമ്മളാ ഭാഗത്തുനിന്ന് ഒരാളുണ്ടായിരുന്നു. അവനവിടെ ഒരു കടിയിൽ, പിന്നെ പലർക്ക് കടിയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് നോമ്പാണ്, എല്ലാവർക്കും നോമ്പാണ്, ഞങ്ങൾക്ക് പെരുന്നാളാണ്, കുറച്ച് തൈരും ഇതൊക്കെ എടുത്തൊക്കെ അപ്പണ് വരുന്നുണ്ടോ. കുറച്ച് ഞപ്പണ്ണം പോലെ മോടച്ചേക്കുമ്പോൾ പെരുമ്പോൾ കൊണ്ട് അഡിറ്റ് ചെയ്യാണ്ട് പെരുന്നാളും വേണ്ട, തൈരും വേണ്ട, ഒന്നും വേണ്ട. നന്നായി. പിന്നെ അതിൻ്റെ ശേഷം ആ പ്രശ്നം ഉണ്ടായില്ല. 47 സ്വാതന്ത്ര്യം കിട്ടിയാണ്ട് ഇവർക്കൊക്കെ വല്ലാതെ സ്വാതന്ത്ര്യം കൊടുത്താലേ ചിലത് അങ്ങനെ വേണ്ടി വരും. അപ്പൊ അതൊക്കെ വിഷയത്തിനനുസരിച്ച് അതങ്ങനെ കെട്ടുപോയിട്ടോ, ഇതുപോയി. അല്ലാതെ ഇവര് നമ്മൾ കത്തയക്കേണ്ടതിനൊക്കെ പാടെ നമ്മൾ മറുപടി പറയാൻ നിന്നാലേ അത് വളരാനുള്ള ഒരു ഇതാവും. എന്നാൽ ചിലത് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ ഇവർക്ക് നല്ല നോക്കൂ, മാന്യമായൊരു മറുപടിയാണല്ലോ. ഓലും ഇങ്ങോട്ട് നിങ്ങൾ ഏറ്റവും ഷർറായവെന്ന് പറയുമ്പോൾ എന്നാൽ അതേപോലെ നിങ്ങളാണ് ഷർറായവർ എന്ന് പറയാതെ അല്ല, നിങ്ങളിപ്പോൾ എന്താ നമ്മളിൽ ഈ ഷെറ് കാണുന്നത്, വൃത്തികേട് കാണുന്നത്. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളെ വേദത്തിൽ വിശ്വസിക്കുന്നുണ്ട്, മുമ്പ് കഴിഞ്ഞു പോയ വേദങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അത് നിങ്ങളതും കൂടിയാണെന്നാണ്. പക്ഷെ നിങ്ങളിലധികം ആളുകളും ഫാസിഖുകളാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കണില്ല. എന്നിട്ട് വീണ്ടും പറയാൻ, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർറിൻ മിൻ ദാലിക മസൂഹബതൻ ഇൻദല്ലാഹ്. നീ പറഞ്ഞു കൊടുക്കുകയാണ് എവിടെയാണ് പ്രശ്നം, ഏത് കാലിലാണ് മന്ത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ആദ്യം ഒന്ന് കനം കുറച്ചു, ഇനി കുറച്ച് ഡോസ് കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഹൽ ഉനബ്ബിഉകും ബിശർറിൻ മിൻ ദാലിക്, ഇതിനേക്കാൾ വലിയ നാശത്തെ പറ്റി. നിങ്ങളിപ്പോ ഞങ്ങൾ നാശകാരികളാണ്, വൃത്തികെട്ടലാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതേ നാണയത്തിൽ പറയാണ്, പറഞ്ഞു കൊടുക്കാണ്, ഇതിനേക്കാൾ വലിയ നാശകാരികൾ ആരാന്ന് പറഞ്ഞു തരട്ടെയോ. മസൂഹബത്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികെ വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമായത് അതാരാ? മല്ലഅനഹുല്ലാഹ്, അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. വഗളിബ അലൈഹി, അല്ലാഹു അവന്റെ മേലിൽ കോപിച്ചിരിക്കുന്നു. വജഅല മിൻഹുമുൽ ഖിറതത വൽ ഖനാസീർ, അവരിൽ നിന്ന് അല്ലാഹു തആല പന്നികളെയും അതുപോലെ കുരങ്ങന്മാരെയുമായി മാറ്റിമറിച്ചിരിക്കുന്നു. വഅബദത് ത്വാഗൂത്ത്, അവര് ത്വാഗൂത്തിനെ ആരാധിക്കുകയും ചെയ്തിരിക്കുന്നു, പിശാചിനെ. അങ്ങനെയുള്ള ഒരു കൂട്ടര് ഉലൈക ശർറും മകാനാ, ഏറ്റവും വലിയ നീച നിലപാടുകാർ അവരാകുന്നു. വ അദല്ലു അൻ സവാഇസ് സബീൽ, യഥാർത്ഥ വഴിയിൽ നിന്ന് പിഴച്ചു പോയവരും അവരാകുന്നു. നിങ്ങൾ ആരെ പറ്റിയപ്പോ ഈ നശിച്ചവര്, മോശപ്പെട്ടവര്, ഏറ്റവും വൃത്തികെട്ടവർ നിങ്ങളല്ലാതെ വേറെ കുട്ടികൾ ഞങ്ങളോട് പറയണ്ടല്ലോ. എന്നാ ആരെടുത്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കാരണം? അതായത് ഇതൊക്കെ ഓൽക്കാണ് മടങ്ങുന്നത്. ബനൂ ഇസ്രായേലിൽ നിന്ന്, അവരിൽ നിന്നുള്ള സർവ്വ ഫിത്നകളും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് ഫിർഔനിൽ നിന്ന് രക്ഷ കൊടുത്തു. അവർക്ക് ചെങ്കടൽ വിട്ടുകിടന്നവർ പോയി. അവർക്ക് അള്ളാഹു മന്നും സലുവയും കൊടുത്തു. ഈജിപ്ത്, മിസ്രിലെ ആ പറയപ്പെട്ട സമ്പത്ത് മുഴുവനും അനന്തരാവകാശം എന്നുള്ള രൂപത്തിൽ കൊടുത്തു. അപാന മുതൽ മക്കൾക്ക് കിട്ടുന്നത് പോലെ ഇങ്ങനെ ദുന്യാവിൽ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തിട്ടും ഒരു നന്ദികേട് കാട്ടി. ആ നന്ദികേട് കാട്ടിയപ്പോൾ പല കാലങ്ങളിലായി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അവരെ പറ്റി അള്ളാഹു തആല പറയാണ്, ഇതിനേക്കാൾ വലിയ അള്ളാഹുവിൻ്റെ അരികെ ശിക്ഷയുള്ള നാശത്തെ പറ്റി പറഞ്ഞു തരട്ടെയോ. അതാരാ? മല്ലഅനഹുല്ലാഹ്, അള്ളാഹു ശപിച്ചവരാണ്.
ഇവർക്ക് അള്ളാഹുവിൻ്റെ ശാപത്തിന് പലരും ഇവർ പാത്രമായി. അങ്ങനത്തെ പ്രവർത്തനം അവരെടുത്തുനിന്ന് വന്നത്. അലൈ എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഈ ശാപത്തിനും കോപ്പത്തിനും അതാണ് നമ്മൾ വൈരിൽ മഗ്ലൂബി അലൈഹി എന്ന് പ്രത്യേകം ദ്വാരക്കുന്നത്. പ്രധാനമായിട്ട് ഇവരെന്നേലും പെടുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ അംബിയാ മുർസലുകളെ അവർ വധിച്ചു എന്നുള്ളതാണ്. മുർസലുകളെ ഇപ്പോൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പിന്നെ പാവം പ്രവാചകന്മാരായിരുന്നു. അതായത് സാഹിദീങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകന്മാരാണ്. ഓരോരുത്തർക്കും ഓരോ ഇതല്ല. ഇപ്പോൾ സമ്പത്ത് നല്ലോണം ഉണ്ടാവുകയും അള്ളാഹ്ക്ക് നല്ലോണം ശുക്ർ ചെയ്യുകയും ചെയ്ത ഷാക്കിരീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകന്മാരാണ് ആര്? രണ്ടുപേര്. സുലൈമാൻ നബിയും ദാവൂദ് നബിയും. നല്ലോണം കൊടുത്തു. അവർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞത് അങ്ങനെയാവുന്നില്ല. സാമ്പത്തികമായിട്ട് നല്ല ശുക്രായിരുന്നു. എന്നാൽ ജാഹിദീങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവരാണ് ആര്? പിന്നെ നമ്മളെ നബി തങ്ങൾക്ക് എല്ലാം കൂടിയും കൊടുത്തുട്ടോ, എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ യഹ്യാ നബി. രണ്ടുപേരും ഇവർ കൊന്നു. ആലോചിച്ചു, രണ്ടുപേരും ഇവരെന്ത് ചെയ്തു? വധിച്ചു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ മനുഷ്യന്മാരെ ചിലപ്പോൾ വിലയിരുത്തൽ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന് പെട്ടെന്ന് വലിയ സമ്പന്നക്കായി അങ്ങനെയൊക്കെ ആയാലേ അയാൾ ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങേണ്ട അവസ്ഥയുടെ തെറ്റിദ്ധാരണ വരും. സക്കരിയ നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. യഹ്യാ നബിയും ഒരു സാഹിദീങ്ങളാണ്. സാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ പരിത്യാഗികൾ. ഞാവിൻ്റെ കാര്യങ്ങളൊക്കെ പരമാവധിയാണ് ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ ഒരു ജീവിതമായി. മറ്റവർക്ക് എല്ലാം കൊടുത്തില്ല, എല്ലാത്തിലും ഹയറുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും പഴക്കാൻ പാടില്ല എന്നാണ്. ചിലർക്കൊന്നുമില്ലെങ്കിൽ വഴിവയച്ചു പോകും. പഠിച്ചെന്താ ഇങ്ങനെ ആക്കിയതാണ്. കുറെ ഉണ്ടായാലും വഴക്കും. ഇത് രണ്ടും ഇല്ലയെന്ന് അറിയിക്കാനാണ് ഞാൻ പറയുന്നത്. യഹൂദികൾ അമ്പിയാക്കളെ കൊന്നു. അതിൽ ഈ പാവം സക്കരിയ നബിനെ പിന്നെ ചെറുപ്പത്തിലെ അള്ളാഹു പ്രവാചകനാക്കി വലിയ ഭക്തിയുടെ ഉടമയാണെന്ന് ഖുർആൻ സയ്യിദും ഹസൂറും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം വാഴ്ത്തി പറഞ്ഞ യഹ്യ നബിയെ ഒരു കൊന്നു. 70 പ്രവാചകന്മാരെ ഒരു ദിവസം കൊന്നു. അതുകൊണ്ടാണ് അവരെ മേൽ അള്ളാഹുവിൻ്റെ കോപ്പുണ്ടായത്. യഹൂദികളെ പ്രത്യേകം അങ്ങനെ പറയുന്നത്. നസറാക്കൾ ഒരു പഴച്ചവരാന്ന് പറഞ്ഞപ്പോൾ ഇവർ അള്ളാഹിൻ്റെ കോപ്പത്തിന് പാത്രമായവരെന്ന് പറഞ്ഞു. കാരണം രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതിന്നും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലോകത്ത് ക്രൂരത, മഹാക്രൂരത കാണിക്കാൻ ഇന്നിപ്പോൾ എല്ലാവർക്കും ക്രൂരതായി. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ പാലക്കാട് ഒരാളെ ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞാണ് അടിച്ചു വന്നത്. എന്തിനാ നമ്മളെ നാട് നല്ലത് പറയിപ്പിച്ചില്ല. ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ കള്ളനാണെന്ന് ആരോപിച്ച് അയാൾ യഥാർത്ഥത്തിൽ കള്ളനല്ല. അത്ര യഥാർത്ഥത്തിൽ കള്ളനാണെങ്കിൽ പോലും ഒരു കള്ളനൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ രണ്ട് പൊട്ടിക്കണം. അതിനൊക്കെ ഒരു മര്യാദല്ലേ? ഇതൊരു മനുഷ്യന്റെ തല മുതൽ കാല് വരെ അടിച്ചിട്ട് ഒരു മനുഷ്യന്റെ ജീവനാണ് പോകണമെങ്കിലേ. നമ്മളൊക്കെ ഈ പല കഥകളും ചരിത്രങ്ങളും വായിക്കുമ്പോൾ എങ്ങനെ ഇതിനൊക്കെ മനുഷ്യന് സാധിക്കാൻ തോന്നിയപ്പോൾ അപ്പോൾ ആരും ഉണ്ടണില്ല. കാരണം പ്രതികളാരും മുസ്ലിങ്ങളല്ലല്ലോ, സംഘപരിവാറിന്റെ ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇപ്പം എന്തേ കാരണം ഇവിടെ കോലാഹലങ്ങൾ എന്താണ്? ഒരു മനസ്സാക്ഷി കുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രതികളൊക്കെ അല്ലേ കെട്ടി തൂക്കി അടിച്ചിട്ട് ഒരു പരിപാടിയുണ്ട്. ഏത് ജാതിയാട്ടെ ഏത് മതമാട്ടെ അല്ലേ, ഒരു പാവം മനുഷ്യനെ ഇനിയൊരു കളവ് നടത്തിയെന്ന് കൂട്ടാം, എന്നാലൊരു മര്യാദ അല്ല. ഒരു മനുഷ്യനെ അടി കിട്ടിക്കാണ്ട് മരിക്കണമെങ്കിൽ ശരീരത്തിൽ അടി കൊള്ളാൻ ബാക്കി ഇനി എവിടെയും സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞായിരിക്കാം. മൂപ്പര മേലെ യുദ്ധത്തിന്റെ ആയുധം തട്ടി പിന്നെ പാടില്ലാത്തൊരു ഏരിയ ഇല്ലേന്ന് പറഞ്ഞ മാതിരി. ഒരു കാലത്ത് ജൂതന്മാരായിരുന്നു ഇങ്ങനെയുള്ള കൊടും ക്രൂരതകൾ കാണിച്ചിരുന്നത്. അങ്ങനെയാണ് യൂറോപ്പിലൊക്കെ പിന്നെ നസാറാക്കളെ ക്രൈസ്തവരങ്ങനെ നിർത്തിയിട്ട് നേരെ ശരീരത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചു. വിളക്കിന് ഉപയോഗിച്ചിരുന്ന ആളുകളെയാണ് ഒരു ശരീരം കത്തി തീരുന്നത് വരെ വിളക്കായിട്ടാ തന്നെ. ഇങ്ങനെ വരെ മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് ക്രൂരതകൾ ഇവര് നേരത്തെ ചെയ്തു. അള്ളാഹു പറയണം, അപ്പോ ആ അള്ളാന്റെ അടുത്ത് ആർക്കാണ് ശിക്ഷ? ആരാണ് വൃത്തികെട്ട സമൂഹം? ഞങ്ങളെന്ന് പറയുന്നത് നനച്ചേറിയൊരു മരുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ ബോധ്യപ്പെടുത്തുകയാണ് ആർക്കാണ് പ്രശ്നം. വല്ലാതെ ചരിത്രം പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞമാർക്ക് ചെറുതായിട്ട് ഓൽക്കൊന്ന് കൊടുക്കുകയാണ്. അള്ള ശപിച്ചു, അള്ളാന്റെ കോപ്പുണ്ടായി. മാത്രല്ല അതിൻ്റെ ഒരു തെളിവ് കൂടി കൊടുക്കുകയാണ്.
വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ, പന്നികളെയും അതുപോലെ കുരങ്ങന്മാരെയും കൊണ്ടുവന്നു. അതായത് അസ്ഹാബു സബത്ത് അറിയില്ല, ശനിയാഴ്ചൻ്റെ ആൾക്കാർ. അതായത് ശനിയാഴ്ച അള്ളാഹു തആല അതിനെ പരിഗണിക്കാതെ മീൻ പിടിക്കാൻ പോയ ആൾക്കാർ അള്ളാഹു തആല കുരങ്ങന്മാരാക്കി. അതിൽ ഈ കുരങ്ങന്മാരാക്കിയത് ഒരു ടീം, പിന്നെ പന്നികളെ കോലം മറിച്ചത് വേറെ ടീം എന്നാണ് ഒരു അഭിപ്രായം. അതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അത് ഒക്കെ ഒരു ടീം തന്നെയാണ്. അതായത് ആ ശനിയാഴ്ചയെ പിന്നെ അവഹേളിച്ച ഒരു ആഘോഷത്തിന് അതായിരുന്നല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇവിടെ ഈ പന്നി കോലം മറിച്ചു, അതുപോലെ മനുഷ്യന്മാരെ പന്നികളാക്കി കുറെ ആൾക്കാരെ കുരങ്ങന്മാരാക്കി എന്ന് പറഞ്ഞാൽ അത് ഒക്കെ ഒരു വിഭാഗം തന്നെയാണ്. പക്ഷേ ആ പറയപ്പെട്ട യഹൂദികളിലെ ആ വിഭാഗത്തിൽ ചെറുപ്പക്കാരെ കുരങ്ങന്മാരും വയസ്സന്മാരെ പന്നികളും ആക്കിയെന്നാണ്. ഷാബിനെ പിടിച്ചിട്ട് എന്താക്കി, ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കുരങ്ങനാക്കി, വയോധികരെ വയസ്സായ ആളുകളെ പന്നികളാക്കി. പറ്റ വയസ്സായെന്ന് അതിൻ്റെ അർത്ഥത്തില് എതിര് പ്രവർത്തിച്ചുകൊണ്ടാണ്. ഇങ്ങനെ നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിപ്പോ വെള്ളിയാഴ്ച നമുക്ക് ഈ ദിനത്തെ അവഹേളിക്കുന്നവർ ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെന്താ, അത് അന്ത്യപ്രവാചകന്റെ ഉമ്മത്തില് അങ്ങനെ ഒരു കോലം മറിക്കല് അന്ത്യപ്രവാചകർക്കും മോശമാണെന്നാണ് അതുണ്ടാവില്ല. പക്ഷേ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ ഈ ആയത്തിന്റെ ഒക്കെ വിശദീകരണത്തിൽ ഈ ഉമ്മത്തിനും കോലം മറിക്കലുണ്ട്. അത് ഏതിലല്ല, കോലത്തിലല്ല, സംസ്കാരത്തിലാണെന്നാണ്. അപ്പോ പന്നികളെ സ്വഭാവം കുരങ്ങന്മാരുടെ സ്വഭാവമൊക്കെ ചില ആളുകളിൽ ഉണ്ടാവും. അത് ഏറെക്കുറെയൊക്കെ ശരിയാ തോന്നുന്നില്ലേ? ഏറെക്കുറെ ശരിയാണ്. കുരങ്ങന്മാരുടെ സ്വഭാവമൊക്കെ മനുഷ്യന്മാർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 വനിതാ സ്ഥാനാർത്ഥികള് DJ സെറ്റിന്റെ മോള് കയറിയിട്ടാണ് ഒരു കണ്ണടക്ക വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പഞ്ചായത്ത് പോയിട്ട് ഈ ഉമ്മത്തിന് എന്ത് കാര്യം കിട്ടാനാ? ഒരു കാര്യം, ഒരു മാറി നിർത്താൻ അത്രയും നമ്മളെ സമുദായം നന്നാവും. ഇത് തോന്നുന്ന ഈ കുരങ്ങന്മാരാക്കി സംസ്കാരത്തിൽ മാറ്റം വരുത്തിൻ്റെ ഒരു ഉദാഹരണമാണ് തോന്നുന്നത്. കുടുങ്ങിയിട്ടാണ് ഇവരൊക്കെ ഇറക്കേണ്ടത്. ഇതിൽ കുതിരൽച്ച പണ്ഡിതന്മാരും സാധാരണക്കാരായ പ്രായമായ ആളുകളും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ വരെ വയോവൃദ്ധരും വൃദ്ധകളും അടക്കം കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് ഇവർക്ക് കുതിരൽച്ച. ഇതൊക്കെ നന്നായി പോയിക്കോട്ടെ എഴുതിയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ഇതിനെ ഇറങ്ങണ്ടേ? എല്ലാവരും വിവരമുള്ളവരും വിവരമില്ലാത്തവരും നല്ല തക്കവുള്ള മനുഷ്യന്മാരൊക്കെ ആ ലൈനിൽ നിൽക്കേണ്ടതിന്. എന്നിട്ട് ഇവർ കുട്ടിയാളെ മേൽക്കും. ഞാൻ സാന്ദർഭികമായിട്ട് പറയാട്ടോ, അപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഇപ്പൊ ഈ കൊല്ലം പുതിയ പരിപാടിയാണ് ഏതറിയങ്ങൾ ഈ പെണ്ണുങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ നമ്മളെ നാട്ടിലൊന്നും മലബാറിൽ പെണ്ണുങ്ങൾ ഇറങ്ങുന്നൊരു ചുറ്റുപാട് ചെയ്യുന്നല്ലോ. അപ്പൊ അതും തുടങ്ങി. ഇതൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മരങ്ങളൊന്നും പോലെ ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് നമ്മളെ വാർഡിന്റെ പരിപാടി അമ്മ ഞങ്ങൾ പോയിട്ടോ, നല്ല ശ്രദ്ധിച്ചോണ്ടിട്ടോ എന്ന് പറയാൻ നിൽക്കണ്ട. പറഞ്ഞേക്കന്നെ ചെയ്യരുത്, പറഞ്ഞേക്കന്നെ ചെയ്യരുത്. ഒരു അളവുമില്ല കേട്ടോ. പച്ച ഹറാം, യാതൊരു അളവുമില്ല. എന്താ റബ്ബേ, ചിലയിടത്തൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ അല്ലേ, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇറ്റങ്ങൾ ഇങ്ങോട്ട് താത്താരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് റോഡ് ഇങ്ങോട്ട് കൈയടക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും കുറ്റം കിട്ടും. ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അങ്ങനെ ആലോചിക്കുക എങ്ങനെ ഇതിനൊക്കെ സാധിക്കേണ്ടതെന്നാണ്. കാരണം നമുക്കൊരു സംസ്കാരമല്ലേ, ഒരു വകുപ്പില്ലല്ലോ, ഒരു വകുപ്പില്ല, ഒരു ഗ്രൂപ്പിനും വകുപ്പില്ല, ഒരു ഗ്രൂപ്പിനും വകുപ്പില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. എന്തറിയോ, അതൊക്കെ എല്ലാവരും ശ്രദ്ധയിലുണ്ടായിക്കോട്ടെ. അവനാൻ്റെ കുട്ടികളെ കാര്യമൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളി. പിന്നെ അള്ളാഹിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ച് പൂമുഖത്ത് സംസാരിച്ചിരിക്കുകയാണ്. അന്ന് 2 ഭാര്യമാരുണ്ട് നബിയുടെ അരികെ. ഒന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയാണ്, ഒന്ന് മൈമൂന റളിയല്ലാഹു അൻഹയാണ്. ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2ാമത്തെ മുഅദ്ദിന് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മൂപ്പര് സ്ഥിരമായിട്ട് നബിയോട് ഓരോ കാര്യം ചോദിക്കാൻ വരുമ്പോൾ കണ്ണിന് തീരെ കാഴ്ചല്ല, പക്ഷെ മൂപ്പർക്ക് അറിയാം
എങ്ങനെയിലെ വരേണ്ടതെന്നൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. മൂപ്പര് തപ്പി തടഞ്ഞു വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തപ്പോൾ അവിടെ രണ്ട് ഭാര്യമാരുള്ളതൊന്നും ഇപ്പോൾ മൂപ്പർക്ക് എന്ത് ചെയ്യൂല, കാണാൻ കഴിയൂലല്ലോ. മൂപ്പര് നേരെ വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, യഹ്തജിബാമിൻ, രണ്ടാളത്തേക്ക് പോയി. ഇവന് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്, അയാളിൽ നിന്ന് മറഞ്ഞോളിയാ. അപ്പോൾ ഉമ്മു സലമ ബീവി നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നഹു അഅ്മാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അദ്ദേഹം അന്ധനല്ലയോ? അദ്ദേഹം അന്ധനല്ലേ? അദ്ദേഹം ഞങ്ങളെ കാണൂല്ല, ഞങ്ങളെ അറിയൂല്ല, പിന്നെ എന്തിനാ ഞങ്ങൾ അകത്തേക്ക് പോകുന്നത് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു ചോദിച്ചു, അഫഅംയാവാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾക്ക് കണ്ണാണൂലേ? നിങ്ങൾക്ക് അങ്ങോട്ട് കാണൂലേ? ആ കാണുന്നതാണ്, എന്നാൽ അകത്തേക്ക് പോയിക്കോളുക. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. നമ്മളിപ്പോ സംവരണം വന്നപ്പോ ഒരു അനിവാര്യ ഘട്ടത്തിൽ നമ്മൾ ആ പോസ്റ്റിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ പന്നിയിറച്ചി നമുക്ക് പറ്റൂല, പോർക്ക് നമുക്ക് പറ്റൂല, ബീഫൊന്നും പോലെ. പക്ഷെ വേറെ ഒരു മാംസം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗത്യന്തരമില്ലെങ്കിൽ തിന്നാം. ഇന്ന് പിന്നെ അത് മറയാക്കി അയിമ തന്നെ കൂടാൻ പറ്റുമോ? ഇല്ലല്ല, കുടുങ്ങിയ സാഹചര്യം. നമ്മൾ വനിതാ സ്ഥാനാർത്ഥികളെ ആ രംഗത്തേക്ക് തീരെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് സഹിക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച് സ്ത്രീകളെ അധികാരം ഏൽപ്പിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ആരെന്ത് വിചാരിച്ചാലും അങ്ങനെ തന്നെ മനസ്സിലാവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നിർബന്ധിത ഘട്ടത്തിൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ പിന്നെ അവര് അത് അതിൻ്റെതായ രീതിയിൽ തൻ്റെ മതത്തിനെതിരാകാത്ത രൂപത്തിൽ പരമാവധി തൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിർവഹിച്ച് അങ്ങനെയല്ലേ. അതിന്റെ അപ്പുറത്തേക്ക് എന്തിനാ പോകുന്നത്? അതിനെന്താ വകുപ്പെന്താ? നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ ലോകത്ത് അംബിയാ മുർസലുകൾ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും അധികം സ്ഥാനം അല്ലാഹു തആല കൊടുക്കുന്നത് സ്വഹാബത്തിനാണ്. ഈ ലോകത്ത് ഏറ്റവും വിശുദ്ധിയുള്ള പെണ്ണുങ്ങളിൽ അള്ളാഹിന്റെ തിരുദൂതരുടെ ഭാര്യമാരാണ്. വലിയ വിശുദ്ധിയുള്ള പെണ്ണുങ്ങളാണ് അവർ. മുൻഗാമികളിലും ഉണ്ട് വലിയ വിശുദ്ധിയുള്ളവർ, കാരണം അത്രക്കും വിശുദ്ധിയുണ്ട്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിം. അങ്ങനെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറയാണ്. എന്താ പറയുന്നത്? അല്ലാഹു പറയുന്നത് വഇദാ സഅൽതുമൂഹുന്ന മതാഅ, വഇദാ സഅൽതുമൂഹുന്ന മതാഅ. സ്വഹാബത്തിനോട് പറയാണ്, നോക്കൂ, ഏറ്റവും നല്ല ഉമ്മത്ത് എൻ്റെ ഉമ്മത്താണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ് എൻ്റെ ആ നൂറ്റാണ്ടാണ്, അതിൽ ആദ്യത്തോരാ, നബിനെ കണ്ടോല. അവരോട് അള്ളാഹു പറയാണ്, നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് എന്തെങ്കിലും വിഭവങ്ങൾ സാധനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അത് മറയുടെ ഇപ്പുറത്ത് വെച്ച് ചോദിച്ചോളൂ. ഇതാണ് ഈ ആയത്തിൽ ഹിജാബ് പറയുന്നത്. ഹിജാബിന്റെ ആയത്ത് എന്ന് പറയേണ്ട ആയത്തിന് അതാണ്. അയിമെന്നാണ് നമുക്ക് ഹിജാബ് വേണമെന്നുള്ള നിബന്ധന വന്നത്. അഹ്സാബ് സൂറത്തിലെ 53-ാമത്തെ വചനം. എന്നിട്ട് ഖുർആൻ പറയുന്ന, ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് ഇടപഴകരുത്. ആരോടാ പറയണ്ടത്? സ്വഹാബത്തിനോട്. അത്രക്കും വിശുദ്ധിയുള്ള സ്വഹാബത്തിനോട്. പിന്നെ അപ്പുറത്ത് നബിന്റെ ഭാര്യമാരാ. അതിന് കാരണം പറഞ്ഞ എന്താ അറിയോ? അള്ളാഹു അതിന് കാരണം പറയുന്നത്, നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകാൻ നല്ലത് അതാകുന്നു. നിങ്ങൾ ഈ അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ വല്ലാതെ ഇടപഴകിയാൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് വരും, ഹൃദയത്തിന് പല ചിന്തയും വരും, അത് പല തെറ്റുകളിലേക്കും പോകും. അത് വേണ്ടട്ടോ എന്ന് ആരോടാ പറയുന്നത്? സ്വഹാബത്തിനോട്, നബിയുടെ ഭാര്യമാരോട്. അപ്പൊ ഇന്നത്തെ കാലം എങ്ങനെ? ഈ ഇടപഴകൽ എവിടെത്തും? ജയിച്ച വനിതാ സ്ഥാനാർത്ഥിനെ ഉയർത്തിക്കാനാര്? അവിടുത്തെ പ്രവർത്തകര്. അന്തും കുന്നുണ്ടവർക്ക്. നാലോചിച്ചു നാണുണ്ടോ? ഇതൊക്കെ എടുക്കാതിൻ്റെയൊക്കെ പോക്കി എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച മഗ്‌രിബിന്റെ സമയത്ത്, ചൊവ്വാഴ്ച ഇതിലാണ് പോകാട്ടോ,
ഇതിനോട് പോവാണ്. എൻ്റെ അനുഭവം പറയണം. നിങ്ങൾ ചിലപ്പോൾ കരുതും ഉസ്താദ് നിങ്ങളിപ്പോൾ ഏത് കാലത്താ, ജനറേഷനൊക്കെ ആകെ മാറിയില്ല, നിങ്ങളിപ്പോഴും 1925 പോകേണ്ടത്. അത്യാവശ്യം പൊളിറ്റിക്സൊക്കെ നമുക്കും അറിയാം. അല്ല, ഞാൻ ചിലർ പറയും രാഷ്ട്രീയം നമുക്ക് തീരെ പാടില്ല. അങ്ങനല്ല, രാഷ്ട്രീയം എനിക്കില്ല എന്ന് പറയേണ്ടവർക്ക് രാഷ്ട്രീയമുണ്ട്. എങ്ങനെ ചാടിക്കളിക്കാന്നുള്ള അർത്ഥത്തിലല്ല, രാഷ്ട്രവുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മളൊക്കെ നമുക്ക് ഭാഗമാക്കണമില്ല. കോട്ടയിലും കാര്യങ്ങളും ഒക്കെ നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാൻ. ഞാനതാ എൻ്റെ വാർഡിലെ 2 സ്ഥാനാർത്ഥിക്ക് ഞാനാ കെട്ടിയേക്കാൻ പൈസ കൊടുത്തത്. അത് എന്തിനാ പറയണ്ട അറിയോ? കൊല്ലർത്തനം പറയല്ല, ഇയാൾക്ക് ഒരു കാഴ്ചപ്പാടില്ലാന്ന് കരുതണ്ടാണ്. അതൊക്കെ നല്ലതൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചു പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതിലെങ്ങനെ പോവാണ്. അപ്പം മരുവിക്ക് വാങ്ങിക്കൊടുക്കുള്ളൂ. ഞാൻ മമ്പുറത്ത് ക്ലാസ്സിന് പോവാണ്. ആ അനുഭവം പറയാം. നിങ്ങളെ ഇവിടെ ഇങ്ങനെ പോയിട്ട് കച്ചേരിപ്പടിയാണ് കഴിഞ്ഞിട്ട്, അപ്പോൾ അവിടെ ഒരു ആഹ്ലാദ പ്രകടനങ്ങൾക്കുള്ള എല്ലാ പരിപാടിയും അവിടെ ഉണ്ട്. അവിടെ ഉള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരും. അതിനുള്ള എല്ലാ പരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മരുവിൻ്റെ ആശയകാരം DJ സെറ്റൊക്കെ അവിടെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രവർത്തനമുണ്ട്, നടക്കങ്ങനെയൊക്കെ ഉണ്ട് റോട്ടിൽ. അവിടെ ഒരു തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടി അതിൻ്റെ അപ്പുറത്ത് കൂടി എടുത്തതാണ്. അത് ഇവർക്ക് പറ്റിയിട്ടില്ല. ഒരൊറ്റ അടി വണ്ടി, എമ്മാതിരി അടി അറിയങ്ങൾ. പിന്നെ നമ്മളവിടെ വണ്ടി നിർത്താൻ പറ്റുമോ? ഇല്ല. ഒരു വേറെ ഏതോ ലോകത്താ എത്തങ്ങനെ കുറേ ആൾക്കാരുണ്ടായിട്ട്. എന്തൊക്കെ ഒരു കാര്യം എന്താണ്? ഒരു തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ റോഡിൻ്റെ അടുക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പുറത്തു കൂടി പോയതാണ്. ആ എടുത്ത മൂപ്പർക്ക് പറ്റിയില്ല. എമ്മാതിരി അടിയാ വണ്ടി മടിച്ചറിയങ്ങള്. ഞാൻ പറയാം, ഇതൊക്കെയാണ് ആൾക്കാർ. ഒരിക്കൽ മഗ്‌രിബും ഉണ്ടാവില്ല, ഇശാവും ഉണ്ടാവില്ല. ഇതുകൊണ്ട് സമുദായത്തിനൊരു വിജയം ഉണ്ടാവില്ല. ഒരുപാട് തെറ്റുകളുടെ കൂട്ടത്തിൽ ഇതൊന്നുമല്ല ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നുമല്ല. അങ്ങനെ വേറെ ഏതോ ലോകത്താണ്. അത് പോട്ടെ, ഞാൻ പറയുന്നത് അക്ഷരം ആവേശം കൊണ്ടേ കാരണം അടിയിട്ടുകൊണ്ട് പറയല്ലോ, മേത്തിട്ടിരില്ലല്ലോ വണ്ടിക്കല്ലേ. പോട്ടെ, നമ്മളെ വണ്ടിയല്ല, വേറൊരു സഹോദരൻ നമ്മളെ കൊണ്ടുപോകാൻ വന്നാണ്. ഞാൻ അവിടെ നിർത്തേണ്ട, വേഗം വിട്ടുകളിയാണ്. മൂപ്പര് ഒന്നിട്ട് ചവിട്ടിട്ടോ, ചവിട്ടല്ലേ ആയിരുന്നു. ഞാനും ഉണ്ടായില്ല, വെറുതെ കാര്യത്തിനാണ് തിരക്കിടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ പ്രത്യേകം പറയാം, നമ്മളൊക്കെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ സ്ത്രീകളെ ഇറക്കരുതേ. ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പത്തെ കാലത്ത് പടച്ചവനോട് ഇത് പഞ്ചായത്തിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മരിച്ചു പോകണല്ലോ, മരിച്ചു പോകണല്ലോ. നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ ഇന്ന് നമ്മളെ പിന്നെ അഞ്ചറുമ്പിൽ ഇന്നലെ മരണപ്പെട്ട അതാരിമി. ഇന്ന് എനിക്ക് അവിടെ അത്ര ചായ അവിടുത്തെ ക്ലാസ്സിൻ്റെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എത്തിച്ചാണ് മുപ്പര് പോയിട്ടുണ്ട്. അവിടെ ചായ പറഞ്ഞാൽ ഞാൻ ചായ വേണ്ടെന്നാൽ ഒരു ചായയും കടിയൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഒപ്പം 8-10 പ്രവർത്തകരുണ്ടാവും അവിടുത്തെ കുട്ടികൾ. അതൊരു ആവേശമാണ് അവിടെ. 10-20 കൊല്ലമായി അവിടുത്തെ ഖുർആൻ ക്ലാസ്. മനുഷ്യൻ നല്ല കടിയിൽ പോയി പോരുമ്പോഴാണ്, വണ്ടി ഒറ്റക്ക് ഓടിച്ച് പോരുമ്പോഴാണ് നെഞ്ചുവേദന ഉണ്ടാക്കുക. അതെ ചോദിക്കും, പ്രതീക്ഷിക്കുക നമ്മൾ. ഇന്നിപ്പോൾ മുപ്പര് ഖബറിലായി 9 മണിക്ക്. ഞാൻ ഇന്നലെ രാത്രി പോയതാണ് അവിടെ. അപ്പോഴവർ പറഞ്ഞത്, നാളെ നിങ്ങൾക്ക് ചായ അവിടെ പറഞ്ഞായിരുന്നു. അത് സങ്കടമായി. ഇതല്ലേ ഇപ്പോൾ നമ്മളൊക്കെ അവസ്ഥ. അതാണ്. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട് വേണ്ട, ഭാര്യ വേണ്ട, കുട്ടികൾ വേണ്ട, കാറ് വേണ്ട, കട വേണ്ട. ഇവർക്കൊരു കടയൊക്കെ ഉണ്ട്. ഒരു കട അല്ല, 1-2 കടകളുണ്ട്. ഇവരെന്നോട് ആ കട തുടങ്ങുമ്പോൾ പറഞ്ഞാണ്, ഞാനൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങേണ്ടത്, അതിനൊരു പേര് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ ഒരു മൂടൊന്നുമില്ല, നിങ്ങൾ എന്താ കിട്ടുക, നിങ്ങളൊരു പേരാണ് പറഞ്ഞാൽ ഇടുന്നു പറഞ്ഞു. അപ്പം ഞാനൊരു പേര്, എൻ്റെ മനസ്സിൽ വന്നൊരു പേരാണ് പറഞ്ഞെടുത്തത്. അതാണ് അയാളെ ടെക്സ്റ്റൈൽസിൻ്റെ പേര്. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സൈൻ ആയിക്കോട്ടെ പറഞ്ഞു. അയാളുടെ പേരതാ, കടൻ്റെ പേരതാ. അവിടുത്തെ പോരാണ്. ഇതല്ലേ നമ്മളല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നോക്കൂ നിങ്ങൾ, നമ്മളെല്ലാവരെയും അവസ്ഥ അതാണ്. പിന്നെ ആരും ഉണ്ടാവില്ല, നമ്മളും നമ്മളെ അമലുകളും മാത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാണ്, നമ്മൾ ദീനി നമുക്ക് വേണം. ഈ ഒരു കാര്യം മാത്രം ഇതെല്ലാം ഇപ്പോൾ ഖുർആൻ പറയണ്ടേ, നമ്മൾ കേൾക്കണ്ടേ. എല്ലാം ഒന്നും ഇപ്പം നമുക്ക് കഴിയൂല. അങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ ലോകത്തിൻ്റെ കിടപ്പങ്ങനെയുള്ളോ. എന്നാൽ നമ്മൾ തടി കാക്കാലോ. എന്നാലും എല്ലാത്തിലും നമ്മൾക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ഭാഗമാക്കാം. നല്ല കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഒരിക്കലും ഇറക്കരുത്. അങ്ങനെ ഇതെന്താ ഇത് കീഴ്വഴക്കാവും. പിന്നെ അത് തെരഞ്ഞെടുപ്പ് സാധാരണ പോകേണ്ടത്. അള്ളാഹു തആല പരീക്ഷിക്കൂല. നമ്മൾക്ക് അള്ളാഹ് നൽകുന്ന സഹായം മുഴുവൻ ഈ സൂക്ഷ്മത അല്ലെങ്കിൽ എടുത്തു കളയും. ഇതിനൊന്നും യാതൊരു ഇതുമില്ലേ, അടിസ്ഥാനമില്ല. എന്താ പെണ്ണുങ്ങളൊക്കെ പിന്നെ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടല്ലോ അന്യ ആണുങ്ങളോട് കൂടെ. അപ്പോൾ ആണുങ്ങൾക്കും ആവേശം.
അന്യ പെണ്ണുങ്ങളോട് കൂടെ ചാടുക പറഞ്ഞാൽ വലിയ രസമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, അഹ്സാബ് സൂറത്തിലെ 53-ാമത്തെ ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഞങ്ങൾ പെണ്ണുങ്ങൾ മദീനയിലൊക്കെ ഒരു പെണ്ണ് പോവുകയാണെങ്കിൽ ആ പെണ്ണിന്റെ ചുമരിൽ കാക്കക്ക് വന്നിരിക്കാം. കാക്ക പറഞ്ഞാൽ അനങ്ങിയാ പാറിന്റെ ജീവിയാണ്. കാക്ക കണ്ണ് അറിയില്ല, നമ്മൾ കൈയൊന്നും കണ്ട കാക്ക പോയി. അങ്ങനത്തെ കാക്കക്ക് ഇരിക്കാം തോളിൽ. അത്രയും ഒതുക്കും അടക്കുമായിരുന്നു പെണ്ണുങ്ങൾക്ക്. അറിയിക്കണം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഏറ്റവും അധികം വിവരമുള്ള പെണ്ണാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഫുൾ ഹിജാബിലൊന്നും ആവൂല. കാരണം എന്താ, എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് തൻ്റെ ഭർത്താവാണ്, തൻ്റെ പഴയ പെരയാണത്. ആയിഷാവി നബി കിടന്ന സ്ഥലമാണത്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടെ മറവ് ചെയ്തപ്പോഴും സിയാറത്തിന് സ്ഥിരമായിട്ട് പോകും. കാരണം അത് പിതാവാണ്, ഒന്ന് പിതാവാണ്, ഒന്ന് ഭർത്താവാണ്. പക്ഷേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഫുൾ ഹിജാബിലാണ് കയറുള്ളൂ. അങ്ങനെ ആയിഷാബി കാരണം പറഞ്ഞ എന്താ, ആയിഷാബി എന്തുകൊണ്ട് ആയിഷാബി നബി ആ ചെറുപ്പത്തിൽ കെട്ടാൻ തന്നെ കാരണം എന്താ, ഇങ്ങനെ കുറേ മസാല പഠിപ്പിച്ചു കൊടുക്കാനാണ്. ആ വഴി പയക്കൂലല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇതുവരെ അവിടെ കിടന്നിരുന്നത് പിന്നെ ആരാണ്, ഒന്ന് പിതാവും ഒന്ന് ഭർത്താവുമാണ്. ജീവിതകാലത്ത് ഞങ്ങൾക്ക് കാണാം. ഇപ്പൊ അവിടെ ഒരു അന്യ പുരുഷൻ അവിടെ കിടക്കുന്നുണ്ട്. മരണപ്പെട്ടു പോയ കബറിൽ കിടക്കുന്ന ആളെ പരിഗണിച്ചിട്ടാണ് ഫുൾ ഹിജാബിൽ പോയത് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും പയക്കൂല, ഒരിക്കലും പയക്കൂല. അത്രത്തോളം അവര് ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു, അത്രത്തോളം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു. ഇന്ന് നമുക്ക് തീരെ ശ്രദ്ധയില്ലാതാകുകയാണ്, തീരെ ശ്രദ്ധയില്ലാതാകുക. ഒരവസരമാണ് കിട്ടിയാൽ സഹോദരിമാർ ഒന്നായിട്ട് നമുക്ക് മറ്റുള്ളവരെ പോലെ ഒന്നും പറ്റൂല. പിന്നെ നമ്മളെ പറ്റിയൊക്കെ ഒരു മതിപ്പെന്താണ്, സംഗതി പുറത്തേക്ക് ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ വിളിച്ചു പോവിയാലും ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് സ്വല്പം അച്ചടക്കമുള്ളവർ ഇവരാണ്. കുടുംബജീവിതത്തിലും മറ്റൊക്കെ നല്ല റാഹത്തും സന്തോഷമുള്ള ഇവരാണ് എന്ന് നമ്മളെ പറ്റി പൊതുവെ എല്ലാവർക്കും അറിയാം. ആ അച്ചടക്കമൊക്കെ നഷ്ടപ്പെടും ഇങ്ങനെ ഇവരിറങ്ങിപ്പോയാലും. ഒരു അന്യ ആളെ തോളിൽ നമ്മളൊരു പെണ്ണ് കയറിയിരിക്കാറുണ്ട്. ഈ ചെറിയ കുട്ടികളുണ്ട്, കാലിങ്ങനെ മുന്നിക്ക് തൂക്കിയിട്ട് കണ്ടൊരു കൊണ്ടവർ ആ ഇരുത്തൊക്കെ ഇരുന്ന് എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെ നിലവാരം. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ നമുക്ക് നമ്മളെ കാരണന്മാർക്കൊക്കെ കയറിക്കാൻ പറ്റുന്ന പ്രകടനമായിരുന്നു. അപ്പൊ ഒക്കെ പോയി. ഞാനിതൊക്കെ പറയണ്ടെന്ന് അറിയണം, നാടൻ എഴുതിയിട്ടോ. പരമാവധി നിങ്ങളൊക്കെ മാറിക്കല്ല, ഈ പ്രവർത്തനങ്ങളെന്നൊക്കെ മാറിക്കല്ല, അത് ശരിയാക്കാൻ നോക്കാം. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. കാരണം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഗതിയാണ്. കഴിഞ്ഞ ആഴ്ച സ്ഥലമൊക്കെ പറഞ്ഞമാർക്ക് ആ വോട്ടിൻ്റെ ഇതിൻ്റെ എന്ന് പറഞ്ഞമാർക്ക് നമുക്ക് അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇരിക്കേണ്ടിടത്ത് നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ പിന്നെന്താ, നമ്മൾ അത്തരം കാര്യങ്ങൾ ശരിയാക്കിയെടുക്കണം. പിന്നെ നമ്മളിപ്പോൾ ഈ ലിബറലിസം മഹാ അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ പറയല്ലോ. നമ്മളതിൻ്റെ ആൾക്കാരാകാണ്, എല്ലാവരും ഒരേമാർക്കാകാണ്. ക്യാമ്പസുകളിലൊക്കെ അങ്ങനെയല്ലേ, ക്യാമ്പസുകളിലൊക്കെ നമ്മളെ രാഷ്ട്രീയത്തിൻ്റെ നമ്മളെ കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന എന്താ, അവിടെയും പെൺകുട്ടികളൊക്കെ ജയിച്ചാൽ ആ പെൺകുട്ടികളും ആൺകുട്ടികളും ഒപ്പം ചാടൽ, എടുത്ത് കൊണ്ടുപോകൽ, എടുത്ത് ഉയർത്തൽ, മാരട്ടെടുത്തിട്ട് അത് ഇത് ഒക്കെ അതന്നെ ഇപ്പം എല്ലാവരും ചെയ്യണ്ടത്. ശരിയല്ലല്ലോ. അപ്പൊ അതിലൊക്കെ നമ്മളൊരു അച്ചടക്കം നമ്മൾ കാണിച്ചു കൊടുക്കണം, മറ്റുള്ളവർക്ക് മാതൃകയാക്കണം. ഒരു നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി പലതും പറയും. നമ്മളെ പുളിമ കയറ്റാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഒരു പല നിലക്കും ശത്രുക്കൾ ഇങ്ങനെ കീഴടക്കാൻ നോക്കും. അങ്ങനെ നിങ്ങൾ കീഴൊതുങ്ങിയെന്ന് കണ്ടാൽ അവരുടെ നാവും അവരുടെ കൈകളും നിങ്ങൾക്കെതിരെ തിരിക്കുന്ന മുംതാന സൂറത്തിലും മറ്റും പറയുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, കണ്ടറിയണം. അങ്ങനെ നമ്മൾ ഒരു ചവറുകൾ ഒന്നിനും പറ്റാത്ത പേരിൽ മാത്രം മുസ്ലിങ്ങളാകുന്ന ഒരു വിഭാഗം ആകാൻ ആഗ്രഹിക്കുന്നവരോടുണ്ട്. അങ്ങനെ ആകരുത്. മറിച്ച് അതിലൊക്കെ നല്ലൊരു സൂക്ഷ്മത, ആ സൂക്ഷ്മത പരമാവധി ഓരോ കാലത്തിനും അങ്ങനെ ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലായിടത്തും ഹറാമ് അതിൻ്റെ ഒരു കൂത്തരങ്ങാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്കുണ്ടാവും. എന്നാലും പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ ഇപ്പം നടക്കുന്നൊരു സംഗതി ആണ് പറഞ്ഞത്. അപ്പം നബിതങ്ങളുടെ ഒരു ഹദീസിൽ, വളരെ സുപ്രധാനമായൊരു ഹദീസിൽ നബിതങ്ങൾ പറയുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ കാണാത്ത ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ട്, ഇന്നില്ല എന്ന് പറഞ്ഞാണ്ടാ പറഞ്ഞത്.
അങ്ങനെ നബി വിശാലായിട്ട് പറയുന്നുണ്ട്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. നബി തങ്ങൾ പറയാണ് ആ ഒരു വിഭാഗം പെണ്ണുങ്ങളാണ്. ഒരു ഇന്നില്ല എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞത്. ഒരു വസ്ത്രം ധരിക്കും, പക്ഷേ നഗ്നത പുറത്ത് കാണിക്കും. എന്നിട്ട് നബി തങ്ങൾ പറയാണ് അവര് തലങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായച്ചും ചെരിച്ചും പോവും. ഒരു ആട്ടും കാര്യങ്ങളൊക്കെ ഒൽക്കുണ്ടാവും. ഏതുപോലെ നബി തങ്ങൾ പറഞ്ഞത് ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്നത് പോലെ. ഒട്ടകം ഇങ്ങനെ നടക്കുമ്പോ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ആടും. അത് മനഃപൂർവ്വം കാട്ടല്ല എന്നതുപോലെ തലക്കൊരാട്ടം പെണ്ണുങ്ങൾക്ക്. അന്യ ആണുങ്ങളുടെ എന്തോ ഒരു കാട്ടിക്കൂട്ടൽ. ചില പെണ്ണുങ്ങൾ അങ്ങനെ പോയി കണ്ട് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കും, എല്ലാവരും എന്നെ നോക്കണില്ല. അതോടുകൂടെ മനസ്സിലാക്കോളെ കെട്ടാൻ പറ്റില്ല, കഥ ജാതകം കുട്ടിയാണ്, നോളയാണ് അതതിന് പറയാം. എല്ലാവരും എന്നെ നോക്കണില്ല എന്നുള്ള മാട്ടാണ്. നോക്കണ്ടോലും ഉണ്ടാവും ചെയ്യും. അങ്ങനെ കാട്ടി കൊടുക്കും, ഉഷാറാണ്. ഞാൻ പറയില്ല, നബിതങ്ങൾ പറയാണ് അങ്ങനെ. എന്നിട്ട് അവസാനം നബിതങ്ങൾ പറയല്ല യദ്ഖുൽനൽ ജന്ന, ഞാൻ കാണാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ എന്നില്ലാത്ത അവര് വരും, അങ്ങനത്തെ ഒരു കൂട്ടർ വരും, ഒരു സ്വർഗത്ത് കിടക്കൂല. വല യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. എന്നിട്ട് പിന്നെ പ്രവാചകൻ പറയാ സ്വർഗത്തിന്റെ മണം ഇന്ന ദൂരത്തേക്ക് അടിച്ചു വീശിട്ടോ, അതും കൂടി കിട്ടൂല. എന്നിട്ട് അതിന്റെ മുഹദ്ദീസീങ്ങൾ പറയാം 500 വർഷത്തെ വഴി ദൂരാണത്. സ്വർഗത്തുനിന്ന് പുറത്തേക്ക് 500 കൊല്ലം സഞ്ചരിച്ച് അത്ര പോകാം, അത്ര ദൂരത്തേക്ക്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ വെറുതെ വഴുതറിയാനുള്ളൊരു വിഷയമാണോ? വഴുതറിയാനുള്ള വിഷയമാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഒരു തെറ്റുണ്ടാവില്ല, ശരിയാവില്ല. അത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഈ ചാടി കളിക്കേണ്ട കൂട്ടത്തിൽ ഞാനും എൻ്റെ പെണ്ണുങ്ങളും ഇങ്ങനെ ചാടി എങ്ങനെ ഉണ്ടാവും? അത് നിങ്ങൾ കണ്ടെങ്കിൽ കരുതുക അൽഹംദുലില്ലാ ഉസ്താദൊക്കെ നല്ല ചാട്ടാണ് എന്നാണ് നിങ്ങൾ പറയാ? എന്നാണോ പറയാ? ഇല്ല, നിങ്ങൾ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് ആദ്യം സലാമാക്ക് വിട്ടുകൊടുക്കും. നോക്കി ആളെന്ന് മാറ്റിക്കളിയിട്ട് ആകെ കൊടുത്തം കൊടുക്കും ഇല്ലേ? അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ശരിയാണ്. ഇപ്പൊ എന്താ ഞാൻ ചാണ്ടി, എൻ്റെ പെണ്ണുങ്ങൾ ചാണ്ടി, എത്താ ഇങ്ങനെ കാലം പോയൊരു പോക്ക് മൗലിയമാര് വരെ പെണ്ണുങ്ങളെ ചാടിക്കുള്ളോ എന്ന് പറയില്ലേ? അത് തെറ്റായതുകൊണ്ടാണത്, തെറ്റായതുകൊണ്ടുള്ളോ അങ്ങനെ പറയണ്ടേ? ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥിയാക്കി എങ്ങനെ ഉണ്ടാവും? പടച്ചോനല്ലേ, ഈ ഖിയാമത്ത് നാളിന് അധികമൊന്നും ഉണ്ടാവില്ല. മൂപ്പര് സ്ഥാനാർത്ഥി പെണ്ണുങ്ങളെ വരെ ആക്കി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? കൂടാതെ ചേർത്തുമ്പോൾ മാത്രം മതി, അത് മൂപ്പർക്കത് ചേരൂല എന്നല്ലേ? അത് നിങ്ങൾ പറയാത്തല്ലേ? എന്നാ ഞാൻ വോട്ട് ചെയ്യാൻ പോയ ആരും പറയണില്ലല്ലോ. കാരണം എന്താ? കണ്ണിയത്ത് ഉസ്താദടക്കം പോയി, ആരാരും പോയി, വോട്ട് ചെയ്യാൻ പോയി, ആളാണല്ലേ. അത് നമ്മളെല്ലാവരും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഈ ചെയ്യേണ്ടവരൊക്കെ ഒരു സംസ്കാരം ഇല്ലാത്തവരെയാണ് തള്ളണ്ടാണ്. ഓരൊക്കെ നമ്മളെ ആൾക്കാരല്ലേ, അവരോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ്, പ്രത്യേകിച്ച് നമ്മളെ സ്ത്രീജനങ്ങളോട് പറയണം. നമ്മൾ കുറേ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് പറയണം. അപ്പോൾ ഈ ഖിറദത്തും ഖനാസീറും, അതായത് പന്നികളും കുരങ്ങന്മാരും ആക്കിയില്ലേ, എന്നിട്ട് അങ്ങനത്തെ ആൾക്കാർ ഓനെ പിന്മുറക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളെ കളിയാക്കുന്നത്. അതാണ് അല്ലാഹു തആല പറയുന്നത്, നബിയെ അങ്ങ് അവരോട് പറഞ്ഞോളൂ, ഹല്ലുനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹ്. അള്ളാഹുവിൻ്റെ അരികെ മഹാതെറ്റിന് കാരണമാകുന്ന നാശമുള്ള ഒന്ന് ഞങ്ങൾ പറഞ്ഞിട്ടങ്ങൾക്ക്. അതെന്താണ്? മല്ലഅനഹുല്ലാഹ്, അല്ലാഹ് ശപിച്ചവരാണവർ. വഗളിബ അലൈഹി, അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായി. വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ, അവരിൽ നിന്ന് അല്ലാഹു തആല പന്നികളെയും അതുപോലെ കുരങ്ങന്മാരെയും രൂപാന്തരപ്പെടുത്തി. അതല്ലേ അള്ളാഹുവിന്റെ അരികെ ഏറ്റവും, അവരല്ലേ വൃത്തികെട്ടവർ? ഞങ്ങളാണോ? മാത്രമല്ല തോഗൂത്തിനെ ആരാധിക്കുകയും ചെയ്തു അവർ. തോഗൂത്ത് പറഞ്ഞാൽ കുറെ അർത്ഥങ്ങളുണ്ട്. പണ്ട് ജമാഅത്തെ ഇസ്ലാമിന് അർത്ഥം കൊടുത്ത് തോഗൂത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ഭരണമല്ലാത്ത, ഇസ്ലാമിക ഭരണമല്ലാത്ത ഇസ്ലാമേതര ഭരണത്തിനാണ് തോഗൂത്ത് എന്ന് പറയുന്നത്. അതാണ് പണ്ട് കാലത്ത് അവര് പിന്നെ ഗവൺമെന്റ് ജോലി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രൂപത്തിലുള്ള ഭരണമായതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഭരണമല്ല, ഇസ്ലാമിക ഭരണമല്ല, അത് തോഗൂത്തിയൻ ഭരണമാണ്. അതുകൊണ്ടാണ് അവര് ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പാടില്ല. അത് തോഗൂത്തിൽ പെടുന്നതാണ്. തോഗൂത്തിനെ ആരാധിക്കലാകും. അള്ളാഹുവിന്റെ ഭരണമല്ലാത്ത മറ്റു ഭരണകർത്താക്കളെ ഏതെങ്കിലും രൂപത്തിൽ അംഗീകരിക്കെ, ആനുകൂല്യം പറ്റേ, അതിൽ ഭാഗവാക്കാകെ ചെയ്താൽ അത് തോഗൂത്തിനെ ആരാധിക്കുന്നത് പോലെയാണ്.
ഹുക്കൂമത്തെ ഇലാഹിയാണ്. അത് പിന്നെ നടക്കൂല എന്നുള്ളതുകൊണ്ട് ഇഖാമത്തു ദീനിലേക്ക് വല്ല ട്രാക്ക് മാറിയതാണ്. അവൻ തോകൂത്തിന്, ഇവിടെ തോകൂത്തിന്റെ ഉദ്ദേശം ശൈത്താനാട്ടോ. അത് വിശാലമായ വിഷയമാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. തോകൂത്ത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഒക്കെ ഒന്ന് തന്നെ പിശാചാണല്ലോ മറ്റുള്ള വിഗ്രഹങ്ങളും മറ്റും ആരാധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇവരാണ് അങ്ങനെ ചെയ്തിരുന്നത്. എന്നിട്ട് ഉലൈക ശർറും മകാനാ, അപ്പൊ വൃത്തികെട്ട നിലപാടുകാരാരാ? നിങ്ങൾ തന്നെയാണ്. ശരിയായ മാർഗത്തിൽ നിന്ന് പഴപ്പിക്കുന്നവരും ആരാണ്? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയണോ എന്ന് അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്. ഇനി നോക്കൂ, വഇദാ ജാഊകും ഖാലൂ ആമന്നാ وقد دخلوا بالكفر وهم قد خرجوا به والله أعلم بما كانوا يكتمون. എന്നാൽ ഈ പറയപ്പെട്ട വേദക്കാരുണ്ടല്ലോ, ഓല് നമ്മളോടൊക്കെ വരുമ്പോ നല്ല വർത്താനൊക്കെ പറയും വേറെ നിലക്ക്. അതാണ് അള്ളാഹു പറയുന്നത്. ആ ചതി നിങ്ങൾ മനസ്സിലായിക്കോളി. വഇദാ ജാഊകും, ആ വേദക്കാരായ ആളുകൾ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മളോട് അല്ലാഹു പറയാൻ ഖാലൂ, അപ്പോൾ അവർ പറയും ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ ഓല് പറഞ്ഞു വരും. ഇവരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ തരികിടക്കാണത്. വഖദ് ദഖലൂ ബിൽ കുഫ്രി വഹും ഖദ് ഖറജൂ ബി, അവർ കടന്നു വന്നപ്പോഴും അവർ പുറത്തു പോകുമ്പോഴും അവർ സത്യനിഷേധികൾ തന്നെയാണ്. ഓല് നിങ്ങളടുത്ത് വരുമ്പോൾ ഓലെന്ത് പറയും? ആമന്ന, ഞങ്ങൾ മുനാഫിക്കുകളെ പോലെ തന്നെ അവർ നമ്മളെടുത്ത് വന്ന് ഞങ്ങൾ വിശ്വാസികളാണ് അറിയും. ഓല ആൾക്കാരെ അടുത്ത് എന്ന് പറയും രാഷ്ട്രീയങ്ങൾ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരെന്തൊക്കെ ചർച്ചകൾ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. പണ്ട് തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇവർ നല്ലോണം കളിച്ചല്ലോ പോക്ക് മുടക്കാൻ വേണ്ടിയിട്ട്. പല ആൾക്കാർ 800 കിലോമീറ്റർ വെറുതെ പോയിട്ട് നമ്മളാൾക്കാരായിട്ട് വരികയാണ്. നമ്മൾ ഇത്ര അപകടകരമായിരിക്കും. അന്ന് ഈ നല്ല ക്ഷാമാണ്. എന്നാൽ ഈ കാരക്കൻ്റെ വിളവെടുപ്പിൻ്റെ ടൈമാണ്. പിന്നെ ഈ ഓല വെട്ടിയിട്ട് ഓൽക്കൊരു വിക്കലുണ്ട്. അതിന് ഓൽക്ക് കാലാവസ്ഥ നോക്കിയിട്ടൊരു ടൈമുണ്ട്, ഒരു ചൂടിൻ്റെ ടൈമുണ്ട്. ഈ അതാണ് ഉപജീവനത്തിൻ്റെ ഓരോ വഴികളാണ്. ആ സമയത്താണ് തബൂക്ക് പോകാൻ വേണ്ടിയിട്ട് കൽപ്പന വരുന്നത്. അപ്പോൾ മുനാഫികൾ എന്താ ചെയ്ത്? ഓലിങ്ങനെ വന്നുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് ഈ പോക്ക് മുടക്കണം. കാരണം എന്താ? ഒരു വരുമാനം നോക്കുന്നത്. ഇപ്പം ഈ കാരക്ക വിൽക്കേണ്ട, നമ്മൾ പറയല്ലോ നെല്ല്, നമ്മൾ ടൂർ പോയാലോ, അപ്പോൾ ഈ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ ഈ വിളവെടുപ്പിൻ്റെ ടൈമാണ്, ഇപ്പോൾ ടൂറൊന്നും നടക്കൂല എന്ന് പറയില്ലേ. എന്ന പോലെ ഇവർ പല കളിയും കളിച്ചു നോക്കി, പക്ഷെ വിജയിച്ചില്ല. 40,000 ആൾക്കാരാണ് പുറപ്പെട്ടു. എല്ലാ കളിയും കളിച്ചു. കാരണം നമ്മൾ മക്ക വിജയമൊക്കെ കഴിഞ്ഞ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് 10-12,000 ആൾക്കാർ പിന്നെ മദീനത്തേക്ക് തന്നെ തിരിച്ചുപോയി. നല്ല സെറ്റപ്പിലാണ്. ഹിജ്റ 9ാമത്തെ കൊല്ലാണ്. പിന്നെ പിറ്റത്തെ കൊല്ലം നബി തങ്ങൾ വഫാത്താകാണ്. അപ്പോഴാണ് മറ്റൊരു പടയൊരുക്കം. മദീനത്തേക്ക് കച്ചവടത്തിന് വന്ന കുറച്ച് ആൾക്കാർ, പിന്നെ ഒരു നല്ല മനുഷ്യന്മാർ, ഈ വേദക്കാരിൽപ്പെട്ട ചില കച്ചവടക്കാർ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് വലിയൊരു പട നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട് കേട്ടോ, അവിടെ എല്ലാ പടയൊരുക്കും നടക്കുന്നുണ്ട്. അങ്ങനെ പോലെ മക്ക വിജയം നടന്നു. അതിൽ ഭയങ്കര അസ്വസ്ഥരാണ്. പിന്നെ ഹുനൈനിലും ഒരു തോറ്റു. അപ്പോൾ ആ ഭാഗത്ത് ഇവർ എല്ലാവരും കൂടി വലിയൊരു പടയൊരുക്കം നടത്തുന്നുണ്ട് തബൂക്ക്. അപ്പോഴല്ലേ നബിതങ്ങൾ നിന്നാൽ പിന്നെ അങ്ങനെ വിടാൻ പാടില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി, അത് പോയി. സംഭവമാണ് അതൊക്കെ. പക്ഷെ അവിടെ വിഷയം എന്താ? ഇവർ നമ്മളെടുത്ത് വന്നിട്ട് ഒരു ടീം എല്ലാതാക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, എന്നിട്ട് മറ്റോടത്ത് പോയിട്ട് പോകണ്ടട്ടോ. ഒന്ന് കഠിനമായ ചൂടാണ്. നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസമുള്ള സമയമാണ്. ഇപ്പോൾ കാരക്കൻ്റെ വിളവെടുപ്പിൻ്റെ ടൈം തന്നെ പോയാൽ ഉള്ള സമ്പത്തും പോകും. അലി റളിയല്ലാഹു അൻഹു മദീനയുടെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അവിടെ കുത്തിതിരിപ്പുണ്ടാക്കി. കണ്ടോ, സ്വന്തം ആൾക്കൊരു കുഴപ്പം വരാതെ മൂപ്പരോട് നിർത്തിക്കണേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു എന്ത് കേൾക്കാൻ വയ്യത് എന്നാണ് മൂപ്പര് പുറപ്പെട്ടില്ലേ, ഒട്ടപ്പുറത്ത് കയറി സ്പീഡ് കൂട്ടി നബിതങ്ങളെടുത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയണതാണ്. ആൾക്കാരെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ട തിരിച്ചു പോയിക്കൊള്ളിയാണ്. ഓരോരുത്തരോരോ ഉത്തരവാദിത്തം വെച്ചല്ലേ, എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പൊ ഇവിടും വന്നിട്ട് പറയണത് ആമന്ന, ഞങ്ങൾ വിശ്വാസികളാട്ടോ. ഓൽക്ക് എന്തെങ്കിലും കൂടെ ലക്ഷ്യങ്ങളുണ്ടാവും.
അപ്പോ അള്ളാഹു പറയാണ് വഖദ് ദഖലൂ ബിൽ കുഫ്ർ വഹും ഖദ് ഖറജൂ ബി. ഓല് സത്യനിഷേധികളായ വന്നത്, ഓല് പോകുമ്പോഴും അങ്ങനെ തന്നെ, ഓൽക്കൊരു മാറ്റൂല. അതൊക്കെ ഓലെ വളവാണ്. വല്ലാഹു അഅലമു ബിമാ കാനൂ യക്തുമൂൻ. അള്ളാഹു പറയാണ്, അള്ളാഹു തആല അവർ മറച്ചു വെക്കുന്നത് കൃത്യമായി അറിയുന്നവനാകുന്നു. അവരൊക്കെ ഓല ഹൃദയത്തിൽ മറച്ചു വെക്കുന്നത് എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അപ്പോ ഇത് തകരാതിരിക്കാൻ ആവശ്യമായതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. സഹാബിമാർക്കും ചിലർക്കൊക്കെ അങ്ങനെ ഒരു കഴിവ് അള്ളാഹു തആല കൊടുത്തിരുന്നു. ചില സഹാബിമാർക്കൊക്കെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പോലത്തവർക്കൊക്കെ ഈ കപട വിശ്വാസികളെ തിരിച്ചറിയാനുള്ള ചില കഴിവുകൾ അള്ളാഹു തആല പ്രത്യേകം കൊടുത്തിരുന്നു എന്നാണ്. ചില സഹാബിമാർക്കൊക്കെ അങ്ങനെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ ചിലരൊക്കെ അവരെ ആശ്രയിച്ചിരുന്ന ആ വിഷയത്തിൽ. അപ്പൊ ഇവർക്കും മറുപടി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നത് വതറാ കസീറൻ മിൻഹും യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ വഅക്ലിഹിമുസ് സുഹ്ത് ലബിഅസ മാ കാനൂ യഅമലൂൻ. ഒറ്റായത്ത് കൂടി അതിൽ പറയുന്നുണ്ട്, രണ്ടായത്ത് കൂടി അല്ലേ. വതറാ കസീറൻ, അല്ലാഹു തആല പറയാണ് വതറാ കസീറൻ മിൻഹും, 62 വരെല്ലാം നമ്മൾ ഓതിയ ഈ ഒരായത്ത് കൂടി. വതറാ കസീറൻ മിൻഹും, അവരിൽ നിന്ന് അധിക പേരെയും താങ്കൾക്ക് കാണാം. യഹൂദികളുണ്ടല്ലോ, അവരിൽ നിന്ന് അധിക പേരെയും താങ്കൾക്ക് കാണാം. യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ, മഹാപാപത്തിലും അതുപോലെ ശത്രുതയിലും അതിലേക്ക് ദ്രുതഗതിയിൽ പോകുന്നത് കാണാം. അതിവേഗം ആ തെറ്റിലേക്ക് പോകുന്നത് കാണാം. വഅക്ലിഹിമുസ് സുഹ്ത്, അതുപോലെ തന്നെ ഹറാം ഭക്ഷിക്കുന്നതിലും. ലബിഅസ മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അത് വളരെ ഹീനമാകുന്നു. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഹീനമാകുന്നു. അവരിൽ നിന്ന് ധാരാളം പേരെ താങ്കൾക്ക് കാണാം. യുസാരിഊന, അവർ നമ്മൾ പണ്ടൊക്കെ ഉസ്താദന്മാർ ഉളരി പോകാറ്, അതായത് അതിശീഘ്രം അതിവേഗം ദ്രുതഗതിയിൽ സ്പീഡിൽ ഒരു പോകും. എവിടുക്കാ ഒരു കൂപ്പ് കുത്തുന്നത്? ഫിൽ ഇസ്മി, കുറ്റങ്ങളിൽ, മഹാപാപങ്ങൾക്കാണ് ഇസ്മ എന്ന് പറയാം. വൽ ഉദ്വാൻ, ശത്രുത ഉണ്ടാക്കുക, വലിയ തെറ്റാണല്ലോ, ഫിത്നയാണത്. പരസ്പരം ശത്രുത ഉണ്ടാക്കുക, അതിലേക്കും അവർ വളരെ വേഗത്തിൽ പോകും. അതിലേക്ക് ഉളരി പോകുന്നത് കാണാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് രണ്ടും പറ്റൂല, ഒരു സഹായവും പാടില്ല എന്നാണ്. അതിന് ഞാനൊരു ആയത്ത് പറയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരായത്തിൽ വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ആയത്തൊക്കെ ആയി നമ്മളോട് നേരെ പറഞ്ഞാൽ ഇവിടെ ഇവരെ പറ്റി പറയണം. ഇവരുടെ സ്വഭാവം എന്താ? ഓല് ഇസ്മുക്കും ഉദ്വാനുക്കും ദ്രുതഗതിയിൽ പോകും. നമ്മളോട് അള്ളാഹു പറയുന്നുണ്ടാ, വതആവനൂ, നിങ്ങൾ അന്യോന്യം സഹായിക്കണം. അലൽ ബിർരി വത്തഖ്വാ, നന്മയിലും അതുപോലെ തന്നെ തഖ്വയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കണം. അപ്പൊ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത് നല്ല കാര്യങ്ങൾ നല്ലോണം സഹകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക. വിശുദ്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സഹകരിക്കുക. ഏതിൽ നിങ്ങൾ സഹായിക്കരുത്? വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, മഹാപാപങ്ങളിലും ശത്രുത ഉണ്ടാക്കുന്നതിലും നിങ്ങൾ എന്ത് ചെയ്യണ്ട? അന്യോന്യം സഹായിക്കണ്ട. അന്യോന്യം സഹായിക്കണ്ട. ശത്രുത ഉണ്ടാക്കുന്നതിൽ അന്യോന്യം സഹായിക്കരുത്, മഹാപാപത്തിലും. ഇവിടെ അത് ആരെ സ്വഭാവമാണ്? ശരിക്ക് യഹൂദികളുടെ. അതിവിടെ അള്ളാഹു എടുത്ത് പറയാണ്, ഓലയ്ക്ക് വേഗം പോകും, ദ്രുതഗതിയിൽ ഉളരി പോകുന്നത് കാണാം. പക്ഷേ നമുക്കത് വേണ്ട. അപ്പോ നല്ല കാര്യങ്ങളിലും തഖ്വയിലും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഇന്നൊരു നല്ലൊരു കാര്യം ചെയ്താലോ, അത് നല്ലൊരു കാര്യമാണ്. ഈ ശത്രുത ഉണ്ടാക്കുന്നതിന് പകരം പിന്നെ അടുപ്പിക്കുന്ന വിഷയമാണ്. എന്തൊരു ഹൈറാണല്ലേ. പിന്നെ ഞാൻ ഒരു ഹിന്ദു സഹോദരൻ്റെ പേരിൽ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ആ സഹോദരനെ ശരിക്കും ഇങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കുറേ വിഷയങ്ങൾ വരാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ സഹോദരൻ്റെ അമ്മക്ക് സുഖമില്ല. അപ്പൊ അവിടെ നമ്മൾ ഇത് സഹായം കൊണ്ടുപോയി കൊടുത്തു. നമ്മളാ വിഷയം വിട്ടുകണം. അപ്പൊ ഇയാള് പറയേണ്ടത്, അമ്മ കുറേ ദിവസങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് നന്ദി പറയാനാണ്. നിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു.
എന്തോരം നല്ല മനുഷ്യന്മാരില്ലേ. ഞാൻ അങ്ങനെ നമ്മളെ ചില ആൾക്കാർക്കൊക്കെ ഒന്ന് കിട്ടി രണ്ടാമട്ടം കിട്ടിയില്ലെങ്കിൽ ശത്രുക്കളാവും. നമ്മൾ രണ്ടട്ടം കൊണ്ട് കൊടുത്തില്ല, ഒരു കൊല്ലം റിലീഫ് കൊടുത്തിട്ട് പിന്നെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അല്ലേ വെറുപ്പേക. ഇത് നന്ദി പറയാൻ വേണ്ടി ഭയങ്കര സന്തോഷമായി. അയാൾ ഇരിക്കാൻ പറഞ്ഞിട്ടാക്കി ഇരിക്കാനൊരു മടി. കാരണം നമ്മളെ പെരിയിലെ കസാരിയിൽ ഒലിരുന്നാലും എന്നൊക്കെ ഒരു അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പടച്ചോനെ നിങ്ങൾ ഇരിക്കുക എവിടെ അറിയാം, ചായയൊക്കെ കൊടുത്ത് കൂട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടുങ്ങിയ ആൾക്കാർ ആരാണെങ്കിലും അവരെ സഹായിക്കാൻ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അതുപോലെ തഖ്വ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ. ഇന്ന് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം ചിലപ്പോൾ പറയും നമുക്ക് അയാളെ പെരൻ്റെ മുന്നിൽ കൂടി നന്നായി പൊട്ടിച്ചാലോ. ഇത് പൊട്ടിക്കാൻ തയ്യാണ് ഈ പൈസ ഞാൻ തരാം. ഇത് പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഏതായാലും അതുകൊണ്ട് കഴിയൂല, എന്നെ കൊണ്ട് കഴിയൂല. പൊട്ടിക്കലേ ഞാൻ ഏറ്റവും. അവിടെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും, നമുക്ക് ഇനി കാണണ്ടേ തമ്മിൽ. ഇതൊക്കെ കണ്ട് കഴിഞ്ഞു പോകും. അപ്പൊ നോക്കൂ, നമ്മൾ നല്ല കാര്യത്തിനൊക്കെ ആകാം, അല്ലാത്ത കാര്യത്തിൽ വേണ്ട. വിശുദ്ധിയിലും നന്മയിലും ശത്രുത ഉണ്ടാക്കാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, അയക്കാൻ പാടില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങനെ ആലോചിക്കാൻ എന്നോട് ഒരു മഹല്ല് പ്രസിഡന്റ് പറയാണ്, നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ പിന്നെ ജയിക്കാൻ വേണ്ടി ഒരു വിഭാഗം അയാളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. മറ്റേ ആള് അയാളെ പെണ്ണുങ്ങളെ നിസ്കാര കുപ്പായം കത്തിച്ച ആളാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ആ വിവരം തന്നെ അറിയില്ല. അപ്പൊ ഈ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കഥകളെ. അപ്പൊ എന്താ അറിയോ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഭയങ്കര ശത്രുതാവൂലേ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുത ഉണ്ടാക്കാനും അതുപോലെ തന്നെ മഹാപാപങ്ങൾക്കും നിങ്ങൾ ഒരിക്കലും സഹായിക്കാൻ പാടില്ല. ആ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരിക്കലും സഹായിക്കരുത്, ഒരിക്കലും സഹായിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നദ്ദുനിയാ ഹുൽവത്തുൻ ഖദീറ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ. ദുനിയാവ് എന്ന് പറയുന്നത് അത് മധുരമാണ്. എന്താ നബി തങ്ങൾ പറഞ്ഞതിന് എങ്ങനെ അറിയാം, നമ്മൾ കുടുങ്ങുന്നതാണത്. ദുനിയാവ് എന്ന് പറഞ്ഞത് അത് ഹുൽവത്തുൻ ഖദീറത്തുൻ, അത് പച്ചയുമാണ്, അതോടുകൂടെ തന്നെ ഏതുമാണ്, അത് പിന്നെ മധുരമാണെന്നാണ്. അതായത് മധുരം, അത് നമുക്കത് കഴിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മധുരം. മറ്റേത് കാണാൻ ഭയങ്കര സൗന്ദര്യം ഉണ്ടാവും, രണ്ടും കൂടി കൂടിയതാണ്. അപ്പോൾ എന്താവും, കാഴ്ചക്കും ഉപയോഗിക്കാനും കൂടി തോന്നിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു റഗ്ബത്ത് ഉണ്ടാവുന്നതാണ്. അതിനോട് വല്ലാത്ത ദുനിയാവ് മൊത്തത്തിൽ അങ്ങനെയാണ്, ഹലുവമായിരിക്കാണ് ദുനിയാവ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. അള്ളാഹു അതിൽ നിങ്ങളെന്താക്കി, നിങ്ങളെ പിന്നെ ഒരു പ്രതിനിധികളാക്കി. ദുനിയാവിനെ ഈ രൂപത്തിൽ ആകർഷണീയമായ രൂപത്തിലാക്കിയിട്ട് നിങ്ങളെ പ്രതിനിധികളാക്കി. എന്നിട്ട് ഫയൻദുറു, അള്ളാഹ് അങ്ങനെ നോക്കും, കൈഫ തഅമലൂൻ, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ പ്രവർത്തനം എങ്ങനെയാണ്. എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ചോളൂ, പെണ്ണുങ്ങളെയും സൂക്ഷിച്ചോളൂ. ഇതൊക്കെ പണ്ട് ഉസ്താദന്മാരൊക്കെ രാത്രി 1 മണിക്കൊക്കെ വയതിൽ ഇതിങ്ങനെ പറയും. ഇതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, കേസാവും. പെണ്ണുങ്ങളെ ഞങ്ങൾ നരകത്തിന്റെ വറകാണ്. ആ വർക്കിൽ ഇന്ന് വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവഹേളിച്ചു വന്നാണ്ട് ഏരിയയിലൊക്കെ ആൾക്കാർ കേസ് കൊടുത്താലും ഉസ്താന് കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ എൻ്റെ പേരക്കുട്ടി വന്നപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു അടിപൊളി പാട്ട് കേൾക്കണോ ചോദിച്ചെന്നോട്. അപ്പോൾ ഞാൻ ഇപ്പം നല്ലൊരു പാട്ട് കേൾക്കുന്നത്. അപ്പോൾ പോറ്റിയും കയറ്റിയതൊക്കെയാണ് പാടി തന്നെ. എല്ലാവരും എടുത്തതാണ്, എല്ലാവരും എടുത്തതാണ്. 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പാടി തന്നോ, ഉഷാറായിട്ട് പാടി തന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ ജയിലിൽ, ജയില് 3 വയസ്സാണ്. അപ്പൊ അങ്ങനെയുള്ളോ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഇന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇവിടെ നിബിധങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, ഫഇന്ന അവ്വല ഫിത്നത്തി ബനി ഇസ്രായീല കാനത്ത് ഫിന്നിസാ. ഇപ്പൊ നമ്മൾ ഇസ്രായേലികളെ പറ്റിയുള്ള, യഹൂദികളെ പറ്റിയുള്ള പറയേണ്ടത്, ആ സമൂഹത്തിലെ ആദ്യത്തെ കുഴപ്പത്തിന്റെ കാരണം പെണ്ണാണ്.
അവിടെ പെണ്ണെല്ലായിടത്തും പ്രശ്നമാണെന്നൊന്നുമല്ല കേട്ടോ. ഹാളിലിരിക്കുന്ന എൻ്റെ ഉമ്മാര് കണ്ട പറയേണ്ടത് കേട്ടൂടെ മുറിയന്മാർക്കുണ്ട് അങ്ങനെ വർത്താനം എന്നൊന്നും പറയരുത് കേട്ടോ. ഇത് വലിയൊരു പറഞ്ഞ ആര് അള്ളാന്റെ റസൂല് പറയാണ് നിങ്ങളെ പറ്റിയല്ലന്മാരെ. അബൂജഹൽ വളരെ മോശമാണ്, ഫിറഔൻ വളരെ മോശമാണ്, ഞങ്ങളെ ആണുങ്ങൾ ഇതിനെ ബേജാറാവണം. അങ്ങനെ ആണ്ടാച്ച പോരെ. ഏയ് കുറെ ആൾക്കാരെ ഞങ്ങളെ പറ്റി പറഞ്ഞുകൊള്ളോ. ഹാറൂന്, അതുപോലെ തന്നെ നമ്രൂദ്, അങ്ങനെ കുറെ ആൾക്കാരെ പറഞ്ഞിരിക്കണം. അതിനിപ്പോ നമ്മളിപ്പോ ആണുങ്ങളൊക്കെ മോശമാക്കണമെന്നാണ്. ഇനിയിപ്പോ ആ രാവിലീശ്വര പറഞ്ഞായിരിക്കും നമുക്കൊരു പുരുഷ കമ്മീഷൻ എന്ന്. നമ്മളിപ്പോ ബേജാറാനൊന്നുമില്ല, നമ്മളങ്ങനെ ആകരുത് എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ പിന്നെ ഹാറൂത്ത് മാറൂത്ത് തേക്കാൻ കാരണം എന്താ? ഒറ്റ പെണ്ണ കാരണം. ഹാറൂത്ത് മാറൂത്ത് മലക്കുകൾ അല്ലാഹു തആല മനുഷ്യ രൂപത്തിലാക്കി വിട്ടാളോ, പണിയായി ഓൽക്ക്. നമുക്ക് പിന്നെ പറയാം ചരിത്രം, ഇന്ന് അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് അല്ലാഹു തആല പറയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു മധുരാണ്. അള്ളാഹ് നിങ്ങളെ പ്രതിനിധികളാക്കി എന്നിട്ട് ഇങ്ങനെ നോക്കും ആരൊക്കെയാണ് അതിൽ പെട്ടുപോകുന്നത്. ആ മധുരം തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ല, അതിനൊക്കെ ഒരുപാട് വ്യവസ്ഥകൾ വെച്ചു, ഒരുപാട് നിയമങ്ങൾ വെച്ചു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളിട്ടോ എന്ന് അല്ലാഹു തആല പറയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ അല്ലാഹു പറയാണ് വതറാ കസീറൻ മിൻഹും യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ. അല്ലാഹു പറയാണ് അവരിൽ നിന്ന് അധിക പേരെയും നിങ്ങൾക്ക് കാണാം, അവര് കുറ്റങ്ങളിലും അതുപോലെ ശത്രുതയിലും അതിലേക്ക് വേഗത്തിൽ പോകുന്നത്. പിന്നെ മറ്റൊന്നെന്താ? സുഹ്ത് ഹറാമ്. ഹറാമ് ഭക്ഷിക്കുന്നതിലും ഒരു മടിയില്ലായിരുന്നോ? ഹറാമ് ഭക്ഷിക്കുന്നതിലും യാതൊരു മടിയില്ലായിരുന്നോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെങ്ങനെ കാണുകയാണ്, അയാൾ കോഴിപ്പിടി എന്നാണ്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കോയിനെ ഇറക്കുമ്പോൾ കോഴികൾ ചാവലൊന്നുമില്ലേ? അന്നിപ്പോൾ രാവിലെ ഇറക്കിയപ്പോൾ 2-3 കോഴികൾ ചത്തത് അവിടെ ഉണ്ട്. വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ കൊടുക്കാൻ വെച്ചാണ് ആ മൂലൊക്കെ ഉണ്ട് കാരണം, ചാവലൊക്കെ ഉണ്ട് കാരണം. എനിക്കോ അവനെ പറ്റി നമ്മളെന്താ മനസ്സിലാക്കുക? ചങ്ങായി ഇജ്ജൊരു മാപ്പിളല്ലേ, നമുക്ക് ചത്തത് പറ്റുമോ? അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ചത്തല്ലേ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇജ്ജതിന് പറ്റി കാര്യം അതൊക്കെ നല്ലോണം ചൂടാക്കിയൊക്കെ അടക്കണ പോയിക്കോളും. നമുക്ക് ക്ലാസ് തരികയാണ്, കിടക്കാൻ ക്ലാസ് കൊടുക്കാം. ഇവനെ പറ്റി ഓനാളൊരു ചീപ്പാണെന്നല്ലേ നമ്മൾ പറയാം. അല്ല, ഈ സ്വഭാവമായിരുന്നു ആർക്ക്? ഇവരിൽ അധികം ആൾക്കാർക്കും. നമുക്ക് കുറേ ഡിമാൻഡുകളുണ്ട്, കുറേ നിബന്ധനകളുണ്ട്. അതൊക്കെ നമുക്ക് ഹൈറിനാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ അത് നല്ല രൂപത്തിലാകണം എന്നാണ്. അതിന് നമുക്ക് വേണ്ടത് മുഴുവനും നമുക്ക് പടച്ചോൻ തന്നല്ലോ അല്ലേ? നമുക്ക് അല്ലാഹു തആല പടച്ചോ എല്ലാം തന്നിട്ടുണ്ട്, എല്ലാം. അപ്പൊ അത് ഹലാലായ രൂപത്തിലാകണം. എന്നാൽ ഹറാമ് കഴിക്കുന്നതിൽ യാതൊരു മടിവർക്കില്ല. എന്നിട്ട് അവരാണ് എല്ലാ നിലക്കും പളുങ്കുകളായ സ്വഹാബിമാരോട് പറയേണ്ടത് ഏറ്റവും ശർറായ മതങ്ങളതാണ്. നമ്മൾ ഈ മതത്തിനെ അളക്കേണ്ട മതവിശ്വാസികളിലൂടെയുള്ള. ഇപ്പൊ നമ്മളെ മതത്തെ പറ്റി ഒരു നല്ല അഭിപ്രായം മറ്റുള്ളവർക്ക് വരണമെങ്കിൽ നമ്മൾ നല്ല ജീവിക്കണം. അതാണ് അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ കൈ പിടിച്ച് 10,000-കണക്കിന് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ച പോലെ ഇസ്ലാമിനെ കണ്ടത് അജ്മീറിൽ ഹാജയെ കണ്ടിട്ടാണ്. മമ്പ്രതങ്ങളെ കണ്ടിട്ട് കുറെ ആൾക്കാർ അങ്ങനെ ഇതായി. ആ ജീവിത വിശുദ്ധി കണ്ടിട്ട് മാലിക് ദീനാറും സംഘവും ഇവിടെ വന്നപ്പോൾ അവരെ വിശുദ്ധി കണ്ടിട്ട് ഓല് കുറെ വാളെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, കുറെ വഴന്നും പറഞ്ഞിട്ടില്ല. ഒരാ വിശുദ്ധി ജീവിതത്തിലെ ആ ചിട്ട അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതാണ് നല്ല നിലപാട്. ഇന്നിപ്പോൾ അങ്ങനെ നല്ല മനുഷ്യന്മാരെ കണ്ട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ വരാൻ ചില പല തടസ്സങ്ങളുണ്ടാവും. ചിലപ്പോൾ ഭൗതികമായ തടസ്സങ്ങളേക്കാരം, ശത്രുക്കളെ ഭയമായിരിക്കും. നമ്മളെ മതത്തെ നമ്മളിലൂടെ ജീവിക്കുകയാണ് നമ്മൾ. അങ്ങനെയൊക്കെയാണ് മുസ്ലിങ്ങൾ. അങ്ങനെ പറയാൻ അല്ലേ? നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇമ്മാനെ ഇപ്പാനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണെങ്കിൽ ഓരോട് ഇങ്ങനെ നല്ല രൂപത്തിൽ പെരുമാറി, അത് നാടകമൊന്നുമല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇതിങ്ങനെ അവിടെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടോ ഓരോ മാസത്തിൽ അതിനൊക്കെ ഓരന്നെയാണ്. നേരെ മറിച്ച് ഇങ്ങനെ കണ്ട് നടന്നുകൂടി എന്നിട്ട് ഇങ്ങനെ പരുക്കം സ്വഭാവം അപ്പൊ കാണാം. ചടച്ചിക്കുന്ന ഇട്ടാറ്റങ്ങൾ പാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും തോന്നുമല്ലോ. അപ്പോഴും നമ്മളെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല പേരുണ്ടാക്കാൻ, നേരെ തിരിച്ചുണ്ടാക്കാൻ, നല്ല പേരുണ്ടാക്കാൻ കഴിയണം. നമ്മളിങ്ങനെ എഴുതി ഒട്ടിക്കണം എന്നൊന്നുമില്ല. നമ്മളെ നിലപാടുന്ന എന്താ ചെയ്യുക, ഒരു മതിപ്പും കാര്യങ്ങളും നമ്മളെ നാട്ടിനോടുണ്ടാവും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നോക്കൂ, അർത്ഥമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ യാ അഹ്ലൽ കിതാബ്, പറയുക ഓ അഹ്ലു കിതാബികളെ, വേദത്തിന്റെ അവകാശികളെ, ആളുകളെ, ഹൽ തൻഖിമൂന മിന്നാ ഇല്ലാ അൻ ആമന്നാ ബില്ലാ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ നിങ്ങൾ വലിയ കുറ്റകരമായതും കണ്ടുപോകാൻ, അതല്ല നിങ്ങൾക്ക് ആകെ കണ്ടത് ഞങ്ങൾ നാശകാരികളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല, അല്ലാഹുവിൽ വിശ്വസിച്ചു. വമാ ഉൻസില ഇലൈനാ, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനിലും, വമാ ഉൻസില മിൻ ഖബൽ, മുമ്പിറക്കപ്പെട്ട വേദങ്ങളിലും, വഅന്ന അക്സറകും ഫാസിഖൂൻ, തീർച്ചയായിട്ടും നിങ്ങളിൽ അധിക പേരും അവർ ദുർനടപ്പുകാരാണ്. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർറിൻ മിൻ ദാലിക്, എന്നാൽ ഇതിനേക്കാളും നാശകാരികളായ പറ്റി ഞാൻ അറിയിപ്പ് നൽകട്ടെ നിങ്ങൾക്ക് എന്ന് പറയുക നബിയെ അവരോട്. മസൂബത്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ശിക്ഷ ലഭിക്കാൻ. മല്ലഅനഹുല്ലാഹ്, അതാരാണ്? അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഗളിബ അലൈഹി, അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു. വജഅല മിൻഹുമുൽ ഖിറദ, അവരിൽ നിന്ന് അവരെ കുരങ്ങന്മാരാക്കി രൂപാന്തരപ്പെടുത്തി. വൽ ഖനാസീർ, പന്നികളും. വഅബദത് ത്വാഗൂത്ത്, അതുപോലെ പിശാചുക്കളെ ആരാധിക്കുന്നവരും. ഉലൈക ശർറും മകാന, നിലപാട് കൊണ്ട് ഏറ്റവും വൃത്തികെട്ടവർ അവരാണ്. വഅളല്ലു അൻ സവാഇസ് സബീൽ, യഥാർത്ഥ വഴിയിൽ നിന്ന് പിഴച്ചവരിലും ഏറ്റവും വൃത്തികെട്ടവർ ആരാണ്? അവരാണ്. വഇദാ ജാഊകും ഖാലൂ ആമന്നാ, അവർ നിങ്ങളിലേക്ക് വന്നാൽ അവർ പറയുമെന്ത്? അവർ നിങ്ങളുടെ അരികെ വരുമ്പോ അവർ നിങ്ങളോട് പറയും ആമന്ന, ഞങ്ങൾ വിശ്വാസികളാണ്. എന്നാൽ അതേസമയം വല്ല നിലപാടെന്താ? വഖദ് ദഖലൂ ബിൽ കുഫ്ർ, അവർ കടന്നു വന്നപ്പോൾ സത്യനിഷേധികളാണ്. വഹും ഖദ് ഖറജൂ ബിഹി, അവർ പുറപ്പെടും ആ ഒരു സത്യനിഷേധത്തിൽ തന്നെയാണ്. വല്ലാഹു അഅലമു ബിമാ കാനൂ യക്തുമൂൻ, അവർ മറച്ചു വെക്കുന്നതിനെ പറ്റി അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. വതറാ കസീറൻ മിൻഹും, അവരിൽ നിന്ന് സിംഹഭാഗത്തെയും കാണാം. യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ, അവർ മഹാപാപങ്ങളിലേക്കും അതുപോലെ ശത്രുതയിലേക്കും വേഗത്തിൽ പോകുന്നത്. വഅക്ലിഹിമുസ് സുഹ്ത്, ഹറാമായത് നിഷിദ്ധമായത് ഭക്ഷിക്കുന്നതിലും. ലബിഅസ മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നത് വളരെ ഹീനമാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അഹ്ലൽ കിതാബി ഹൽ തൻഖിമൂന മിന്നാ ഇല്ലാ ബില്ലാഹ് വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബൽ വഅന്ന അക്സറകും ഫാസിഖൂൻ. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ് മൻ ലഅനഹുല്ലാഹു വഗളിബ അലൈഹി وجعل منهم القردة والخنازير وعبد الطاغوت أولئك شر مكانا وأضل عن سواء السبيل. وإذا جاءوكم قالوا آمنا وقد دخلوا بالكفر وهم قد خرجوا به والله أعلم بما كانوا يكتمون. وترى كثيرا منهم يسارعون في الإثم والعدوان وأكلهم السحت لبئس ما كانوا يعملون. صدق الله العلي العظيم.